ഹലോ ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ടീമിന്റെയും സന്തോഷം കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ്. അപ്പൊ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം സാജിദ് യഹ്യ. താങ്ക് യു. യെസ്, വെൽക്കം ടു മൈ ഷോ. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം, ഖൽബ് ഇറങ്ങിയിട്ട് ജനുവരിയിൽ ഇറങ്ങിയതാണ്. അതെ, അതെ. പക്ഷെ ഇപ്പോഴും ഖൽബിന്റെ ഒരു ഓളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ, അതെ. OTT റിലീസിന് ശേഷം. സോ ഡയറക്ടറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഭയങ്കര സന്തോഷം. കാര്യം ഞങ്ങളെ പോലത്തെ മേക്കേഴ്സിന് ഒരു തിയേറ്ററിൽ സക്സസ് ആകാത്തൊരു സിനിമ ഇല്ലെങ്കിൽ തിയേറ്ററിൽ എല്ലാ രീതിയിലും നെഗ്ലക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും എല്ലാം കിട്ടുന്നൊരു സിനിമയെ ഹൃദയത്തോട് അത് കാണേണ്ട പ്രേക്ഷകരെടുത്തത്, ഇല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ആ സിനിമയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്, വീഡിയോ ഇടുന്നത്, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ എന്നും മനസ്സിൽ വിചാരിക്കുന്ന കാര്യമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സത്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ കാര്യത്തിലൊരു റൈറ്റ് തിങ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന്. അതെ. ആ റിസൾട്ടാണ് ഖൽബ് എന്ന സിനിമയ്ക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ ഖൽബ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ആളാണ് കേട്ടോ. അപ്പം ഒരു ഇമോഷണൽ, എന്താ പറയുക, ഇമോഷൻസിന്റെ അയ്യരുകളി എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. എല്ലാ ടൈപ്പ് ഇമോഷൻസിലെയും ടച്ച് ചെയ്ത് നമ്മളെ ഇങ്ങനെ അവസാനം കരയാണ്ട് ഒരാൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ കണ്ട സമയത്തും എല്ലാവരും കരഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സ്റ്റോറി ചെയ്യാം എന്നുള്ളത് ഒരു പ്ലാൻ ചെയ്തെടുത്തത് തന്നെയായിരുന്നോ? അല്ല, ഖൽബ് എന്ന് പറയുമ്പം ഖൽബ് എന്ന ഹൃദയം എന്നാണല്ലോ അർത്ഥം. അതെ. അപ്പം ഹൃദയ ബന്ധങ്ങളുടെ കഥയാണ് ഖൽബ്. ഒരിക്കലും ഇതൊരു കാൽപ്പോടെയും തുമ്പിയുടെയും പ്രണയമല്ല. ഇതിനകത്ത് ഒരുപാട് അണ്ടർലൈൻ പ്രണയങ്ങളുണ്ട്. അവനും അവന്റെ ഫ്രണ്ട്സും ആയിട്ടുള്ള ഖൽബുമായിട്ടുള്ള ബന്ധം, അവനും അവന്റെ ഡാഡയായിട്ടുള്ള ബന്ധം, മരിച്ചുപോയ മമ്മയും ഖൽബുമായിട്ടുള്ള ബന്ധം, ഇല്ലെങ്കിൽ അസൂറാത്ത് ആ വീട്ടിൽ അവരോട് വർക്ക് ചെയ്യുന്ന ഒരു ഇത്തയായിട്ടുള്ള ബന്ധം, ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ട്രീസയായിട്ടുള്ള ബന്ധം, ഇല്ലെങ്കിൽ തുമ്പിയും ഉമ്മയും സൗദയായിട്ടുള്ള ബന്ധം. അങ്ങനെ ഇപ്പം ഇതിനകത്ത് സൈഫുദ്ദീൻ പോലും തുമ്പി എന്നൊരു പേര് അച്ഛനോട് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത് അല്ലെ. അയാൾ ഒരു പോയിന്റിൽ പോലും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ കൂടെ മോളെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എല്ലാ ആളുകളുടെയും ഖൽബുകളുടെ ബന്ധമാണ് ഖൽബ്. അതായത് ഇപ്പം ഞാൻ ഈ സിനിമയുടെ ആദ്യം ഇതിന് ഞാനിപ്പം ആദ്യം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടുന്നത് എൻ്റെ വാപ്പയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ പോസ്റ്റർ ഇടുന്നത്. കാര്യം അത്രത്തോളം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വാപ്പ ഈ സിനിമ തിയേറ്ററിൽ കാണിക്കും. പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അതൊക്കെ എൻ്റെ വളരെ പേഴ്സണൽ, ഭയങ്കര ഇമോഷണൽ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ഞാൻ പഠിച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ആലപ്പുഴ പോലത്തെ സ്ഥലത്ത് നിന്ന് എറണാകുളത്ത് വന്ന് സിനിമയുടെ പുറകെ നടന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഞാൻ കാണുന്ന സിനിമയാണ് ഖൽബ്. അതെ. ഇപ്പം ഈ ഇമോഷൻസ് ഈ സിനിമയിൽ എത്ര ഡീപ്പാണോ എനിക്ക് തോന്നുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ സാജിദിന്റെ ലൈഫിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും തോന്നുന്നു. എങ്ങനെയാണ് ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നത്? അല്ല, ബന്ധങ്ങൾ കൊണ്ടുനടക്കാൻ ഭയങ്കര ഈസി. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അവരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്തിരുന്നാൽ മതി. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു അവർക്കൊരു കാര്യം ചെയ്തു കൊടുത്താൽ അതിൽ തിരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷ മാത്രമേ നമുക്ക് വിഷമം വരത്തുള്ളൂ. അത് പ്രതീക്ഷിക്കാത്തടത്തോളം, അത് ഫിനാൻഷ്യൽ ആകാം, ഇല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചിരിയായിരിക്കാം. അത് പ്രതീക്ഷിക്കാത്ത പ്രശ്നമില്ല, കിട്ടുന്ന എല്ലാം നമുക്ക് ലോട്ടറിയാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു, പക്ഷെ അത് അത്ര എളുപ്പമാണോ? എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് തോന്നുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പല്ലൂട്ടി എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ സിനിമ 3 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടി. തിയേറ്ററുകളിൽ ഭയങ്കരമായിട്ടുള്ള അപ്രിസിയേഷൻസ് കിട്ടി. അപ്പം ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്നും ആലോചിക്കുന്നത്, എനിക്ക് എറണാകുളത്ത് നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്ത് വന്ന സിനിമയെ ആഗ്രഹിച്ചു നടന്നപ്പോൾ എനിക്ക് കൈതരാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ കൈകളോടെയാണ് ഞാൻ ഈ ലെവൽ ഇപ്പോൾ ഉള്ള സെറ്റപ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ കൈ കൊടുക്കേണ്ട ഓരോ സമയങ്ങളുണ്ട്, മനസ്സിലായി? അങ്ങനെ ഞാൻ കൈ കൊടുത്തിട്ടാണ് പുതിയ ഡയറക്ടറിനെയും, പുതിയ ക്യാമറമാനെയും, പുതിയ എഡിറ്ററെയും, പുതിയ മ്യൂസിക് ഡയറക്ടറെയും, പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററെ കൊണ്ടുവന്നത്. അപ്പം ഈ 5 ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാർ എനിക്കൂടി പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥനയാണ് ഇപ്പൊ റിസൾട്ട് കണ്ടില്ലേ? സിമ്പിളാണ്. ടെക്നോളജി വളരെ സിമ്പിളാണ്. ഖൽബില് പുതുമുഖങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഖൽബ് അതിനു മുമ്പ് ഇപ്പം ദുൽഖറിനോട് പറഞ്ഞ കഥയാണ് ഖൽബ്. ദുൽഖർ ഓക്കെ അടിച്ച ഖൽബാണ്. ഷെയ്നോട് പറഞ്ഞ സിനിമയാണ് ഖൽബ്. പക്ഷെ ഷെയ്നും ഓക്കെ അടിച്ച സിനിമയാണ്. അപ്പം ഇത് എന്നെ സംബന്ധിച്ചോളം ആസ് എ റൈറ്റർ, ഇല്ല ആസ് എ ഡയറക്ടർ, ദുൽഖറിനെ പോലത്തെ സ്റ്റാറിനടുത്ത് പോയി കഥ പറഞ്ഞ പുള്ളി എനിക്കിത് ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ വിജയിച്ചു, മനസ്സിലായില്ലേ? അതിനുശേഷം ഷെയ്നോട് പോയി ഞാൻ കഥ പറഞ്ഞ് ഷെയ്ൻ ചെയ്യാന്ന് പറഞ്ഞിടത്ത് ഞാൻ വിജയിച്ചു. പക്ഷെ അതിന് ഒരു സിനിമ അല്ലെങ്കിൽ എന്തായാലും ഒരു ബിസിനസ് ആണ്, കല്യാണം പോലും അത് നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് ആവശ്യമില്ലാത്ത സജഷൻസ് വരില്ല, ആവശ്യമില്ലാത്ത ആൾക്കാർ വരും.
അവരുടെ എന്നാൽ എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പം അത് നടക്കാതെ പോയി, മനസ്സിലായില്ലേ? അതിപ്പം ഈ സിനിമ ഒരു പോയിന്റിൽ ചെയ്യണ്ടായി, നമുക്ക് വേറെ ഏതെങ്കിലും സിനിമ ആലോചിക്കാം. കാരണം ഒരു 2016 മുതൽ ഞാൻ ഓടുന്ന സിനിമയാണ് കൽബ്. അപ്പം അതിന്റെ പുറകെ ഓടി 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 ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്. ഇതിന്റെ ക്യാമറാമാൻ 6ാമത്തെ നിലയിൽ നിലത്ത് വീഴുന്നു, അതിന്റെ ഹോസ്പിറ്റൽ ഇഷ്യൂസ്, ഇതൊക്കെ എനിക്കുണ്ടായിരുന്ന ട്രോമ ഭയങ്കരമാണ്. ഒരു 6 ലക്ഷം ആൾക്കാരുള്ള ഒരു ഇവന്റ്, ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നത്, ഒരു ഹെലിക്യാം ഷൂട്ട് എടുക്കാൻ പോയപ്പോൾ ഇതിന്റെ കൽബിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയതാ. കാരണം ആ ഉത്സവത്തിലാണ് ഈ പടത്തില് മെയിൻ സീക്വൻസ് നടന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ പരിപാടിയില്. അപ്പം അതിന്റെ റഷസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്യാമറമാൻ മേളത്തെ ലിഫ്റ്റിന്റെ ഹോൾ കൺസ്ട്രക്ഷൻ നടക്കാതെ പെർമിഷൻ കിട്ടിയില്ല. ഞാനപ്പം എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ബിൽഡിങ്ങിന് മേളിൽ എടുക്കാം. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ എന്ന ബിൽഡിങ്ങിന്റെ അവരുടെ ചുമ്മാ സെക്യൂരിറ്റിക്ക് കാശ് കൊടുത്ത് ഞങ്ങൾ കയറി, ഒരു സേഫ്റ്റി ഫിക്സ് കയറി നിലത്ത് പോയി. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ട്രോമയായി. ഇത് സിനിമ ചെയ്യണ്ട, എനിക്ക് വേണ്ട എന്ന് തോന്നി. പക്ഷെ വീണ്ടും വീണ്ടും പിന്നെ ഇത് ഈ കൽബിന്റെ മിടുപ്പ് പോലെ ഈ സിനിമയിലേക്ക് വീണ്ടും വീണ്ടും വന്നു. അവസാനം ഈ സിനിമയ്ക്ക് വിധിച്ചത് രഞ്ജിത്ത് സജീവും ഇല്ലെങ്കിൽ നേഹ നസ്രിനുമാണ്. അവരിലൂടെ ഈ സിനിമ സംഭവിച്ചു. ഇപ്പൊ സാജിദ് യഹിയ എന്ന് പറയുന്ന ഒരാളുടെ കൽബ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും ഉത്തരം? അല്ലെ, എനിക്ക് എന്റെ കൽബ് എന്റെ ഞാൻ പറയല്ലേ, എനിക്ക് ഒരുപാട് കൽബുകളുണ്ട്. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ വൈഫ്, എന്റെ കുട്ടികള്, ഇല്ലെ സുഹൈല്, നജീക്ക, ലിജു ജോസ് പല്ലിശ്ശേരി, ഇല്ലെങ്കിൽ അങ്ങനെ എണ്ണമറ്റ കൽബുകൾ പറഞ്ഞാണ് എന്റെ കൽബ്. ഈ സിനിമ എന്നുള്ളത് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു. അതല്ല, ഇപ്പൊ നമുക്കിപ്പം ഈ ചെറുപ്പത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന ഒരു ബായി ആണോ എന്നായിരുന്നു എന്റെ സ്വപ്നം. ഞാൻ ഇങ്ങനെ പുരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ പാൻപറൊക്കെ ചവച്ച് ഇങ്ങനെ ഒരു ചെറിയ സ്റ്റീൽ കസലിൽ ഇരിക്കും അടുത്ത റൈഡ്. അപ്പൊ ഞാൻ എന്റെ അമ്മ വലുതാകുമ്പോ ഇയാളാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ച് ഒരു ലോറി ഡ്രൈവറാണ്. അപ്പൊ ലോകം മൊത്തം എന്റെ ഉദ്ദേശം ലോകം മൊത്തം ഓടിച്ചു നടക്കുക എന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ നമുക്കൊരു കറക്റ്റ് നമ്മുടെ പ്രായമാവുമല്ലോ, അതായത് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെ മുതൽ ഞാൻ ആലോചിച്ചിരിക്കുന്നത് സിനിമയിലെത്താം, സിനിമയാണ് നമ്മുടെ പരിപാടി, വേറെ ഒന്നുമല്ല. അപ്പൊ അതിനുള്ള പരിപാടികളായി, മനസ്സിലായി. അപ്പം ഞാൻ +2 കഴിയുമ്പോൾ ഞാൻ എന്റെ ഫാദറിനോട് പറഞ്ഞ എനിക്ക് ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭയങ്കര സിനിമ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ എനിക്ക്, അപ്പൊ എനിക്ക് എൻ്റെ ഒരു കസിൻ പൂനെയിലുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവിടെ ഭയങ്കര പാടാ കിട്ടുക. അപ്പൊ ഫാദർ പൊളിറ്റിക്സ് ഞാൻ എനിക്ക് എങ്ങനെ ഒരു സീറ്റ് പഠിപ്പിച്ചു തരാൻ പറ്റും. പുള്ളി പറഞ്ഞു നീ ആദ്യം എഞ്ചിനീയറിംഗ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ ഒളിപ്പിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയറിംഗ് പോയെങ്കിലും അവിടെയും ഞാൻ പോയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ സ്കിറ്റുകൾ ഡയറക്ട് ചെയ്യുക, മ്യൂസിക് വീഡിയോസ് ചെയ്യുക. അന്ന് മ്യൂസിക് ആൽബംസ് ആണ്. അപ്പം അതിന്റെ ട്രെൻഡായി. ഞാൻ 2000 കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്. അപ്പം അതിന്റെ പുറകെയാണ് അങ്ങനെ ഈ പറഞ്ഞ. അതിനുശേഷം എനിക്ക് കോളേജ് കുറെ പേപ്പേഴ്സ് ഒക്കെ ബാക്ക് കോളേജിൽ ഞാൻ പ്ലേസ്ഡ് ആയി, ഒരു കമ്പനി ജോലി കിട്ടി. അപ്പൊ അവിടെ പോയിരുന്നിട്ട് അപ്പൊ ഇന്റർനെറ്റ് ഉണ്ട് കയ്യിൽ. അപ്പൊ അന്ന് ഓർക്കിട്ടാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് വിനീത് ശ്രീനിവാസൻ, പിന്നെ ആരാണ് നമ്മുടെ മറ്റേ അൻവർ ഷീദൊക്കെ ഞാൻ കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അൻവർ ഷീദൊക്കെ അവസാനം എടുത്ത് പറഞ്ഞ് നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞ് എനിക്കൊന്ന് കാണണം. എനിക്ക് നമ്പർ വെച്ച് തന്ന് അങ്ങനെ എൻ്റെ ഒരു എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പനമ്പള്ളല്ല കലൂർ സ്റ്റേഡിയത്തിന് അവിടെ ഒരു ചായക്കടയിൽ വിളിച്ചിട്ട് എനിക്ക് ചായ വെച്ചിട്ട് നീ പറയുന്നത് എനിക്ക് വേണ്ട, എനിക്ക് സ്വസ്ഥ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല. ഞാൻ പാട്ട് പാടും, എനിക്ക് കുറെ ലിറിക്സ് ഒക്കെ, പൊട്ട ലിറിക്സ് ഒക്കെയാണ്, കുറെ പൊട്ട കഥകളൊക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് അടിപൊളി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. അപ്പൊ അതിനുശേഷം ബാംഗ്ലൂർ ഡേയ്സിൽ ഞാൻ കാസ്റ്റിംഗിന് പോയിട്ട് എനിക്ക് റോള് കിട്ടുന്നത്. അത് ഞാൻ ലൊക്കേഷൻ നമ്മള് നീയായിരുന്നത്, ഞാൻ പറഞ്ഞത് ഞാനായിരുന്നു. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നിങ്ങൾ കണ്ടായിരിക്കില്ല സെറ്റില്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ വരുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം മെസ്സേജുകൾക്കോ ഫേസ്ബുക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. ഇപ്പൊ കഥയൊക്കെ ആണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന കഥകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, മനസ്സിലായില്ലേ. ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പുതുമുഖങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജേർണിയും ഈ സ്ട്രഗിളും ഒക്കെ ഗോ ത്രൂ ചെയ്തുകൊണ്ടാണോ? അതെ, നമ്മള് പലയിടത്തും നമ്മൾ ഈ എന്താ പറയാ, നമ്മളിങ്ങനെ നമ്മളെ ഈ പല ആളുകളും ഇപ്പം നമ്മളിപ്പം ഈ കൽബ് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ. ഞാൻ പറഞ്ഞ എന്തൊരു പറഞ്ഞല്ല, നിന്റെ പരിപാടി ഇതല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര മോട്ടി. അപ്പം എനിക്ക് തന്നെ ഉള്ളില് പുള്ളിയോട് എനിക്ക് അപ്പം ദേഷ്യമൊക്കെ തോന്നി. അവിടുത്തെ പുള്ളിയെ ബ്ലോക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ചെന്നൈ ബ്ലോക്ക് ചെയ്തിട്ട് അയാളെന്തെങ്കിലും പറയട്ടെ, നമുക്ക് വേറെ നോക്കാം. പക്ഷെ ഇന്നലെ രാവിലെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, ഹാർഡ് വർക്ക് നെവർ എന്തോ പേസ്, അങ്ങനത്തെ ഒരു മെസ്സേജ്. ഞാനേ എന്നിട്ട് ആരുടെ ഒരു ഈ പടത്തെ കുറിച്ച് റിവ്യൂയുടെ ഒരു സ്ക്രീൻഷോട്ടും. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ടൊരു ഹാർട്ട് സിമ്പിൾ അയച്ചിട്ട് ഹാപ്പി ആയിട്ടിരുന്നു, മനസ്സിലായില്ലേ. എന്നെ സംബന്ധിച്ചോളം അതാണ് എന്റെ വിജയം, മനസ്സിലായില്ലേ. പുള്ളി അദ്ദേഹത്തിന് ഒന്ന് ഉടക്കിയിട്ടോ ഇല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ അടുത്ത പടം ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ പോയിട്ട് ഇയാളെ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ പൊട്ട ബുദ്ധിയാണ്. ഇപ്പൊ എല്ലാരും ഈ ഖൽബോടെ ഇറക്കിയ ഒരു സിനിമയാണ് ഖൽബ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫിലിം മേ ബി പ്രതീക്ഷിച്ചത്രയും ഒരു സക്സസ് ആയില്ല. ഇപ്പം ആട് എന്ന് പറയുന്ന സിനിമയൊക്കെ ടിവിയിൽ കണ്ടിട്ടാണ് അയ്യോ ഇത് പിന്നെയും വരണം, അങ്ങനെ പിന്നെ റീ റിലീസ് ചെയ്യുന്നു. അതിന്റെ വേറൊരു വേർഷൻ പോലെ കുറെ മാസങ്ങൾക്ക് ശേഷം OTT-ൽ
ഇത്രയും ട്രെൻഡ് ആകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കുറെ ഇങ്ങനെ ഇപ്പൊ റിവ്യൂസ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അതെ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നു, റിവ്യൂ ഇടുന്നു. അപ്പം ഖൽബിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസും വന്നിട്ടുണ്ട്, മോശം റിവ്യൂസും വന്നിട്ടുണ്ട്. അപ്പൊ ഈ റിവ്യൂ ഇടുന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ റിവ്യൂ ഒരു സിനിമയ്ക്ക് പറ്റി അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ല, എന്താ? ഞാൻ ഈ സിനിമാ പ്രാന്ത് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഈ ഓൺലൈനിലുള്ള ഇങ്ങനത്തെ എല്ലാ പരിപാടികളും വളരെ ക്ലോസ്ഡ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ആ. അപ്പം എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു റൂമിൽ നിന്ന് ഒരു ഒരു തോട്ട് പ്രോസസ്സും ഇല്ലാത്ത, സിനിമ എന്താണെന്നറിയാത്ത, ഇല്ലെങ്കിൽ കുറെ കോമാളിത്തരങ്ങൾ പറഞ്ഞ് കുറച്ച് നെഗറ്റിവിറ്റി പറഞ്ഞ, കുറച്ച് എന്താ പറയുക, കുറച്ച് ലൂസൻസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിനിമയെ തകർക്കാൻ പറ്റില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കുക, ഖൽബ് ശരിയാണ്, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ്, ഇവിടുത്തെ മെയിൻ റിവ്യൂസ് പറഞ്ഞു. ഇപ്പൊ നല്ലത് പറയുന്ന ആൾക്കാരും ഒരു 10 നെഗറ്റീവ് പറഞ്ഞിട്ടാണ് ഒരു നല്ലത് പറയുന്നത്, മനസ്സിലായില്ലേ? അതൊന്നും ഈ സിനിമയെ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, പല്ലുട്ടി കേരളത്തിലുള്ള എല്ലാ റിവ്യൂസും മറ്റേ കരഞ്ഞുകൊണ്ട്, കൈയടിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ടില്ലേ പറഞ്ഞിട്ട് ആ പടം ഇവിടുത്തെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയോ? അങ്ങനെ ആണ്ടല്ലേ. ഖൽബ് എന്നൊരു സിനിമയ്ക്ക് സംഭവിച്ചത്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള എല്ലാ ബ്രില്യൻ സിനിമകളും, ഇല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയ സിനിമ ഗോഡ് ഫാദർ, അനിയത്തി പ്രാവ്, ആദ്യത്തെ ഒരാഴ്ച തിയേറ്ററിൽ ആളില്ല. സെക്കൻഡ് വീക്ക് മുതലാണ് തിയേറ്ററിൽ ആൾ വന്ന് തുടങ്ങിയത്. അതായത് 3 പേര് കണ്ട്, അത് 4ആയി, 4 10ആയി, 10 100ആയി, 10 1000ആയി. അങ്ങനെ ഇവിടെ 1 വർഷം വരെ ഓടിയ സിനിമകൾ വരെ ഉണ്ട്, മനസ്സിലായില്ലേ, പുതുമുഖങ്ങളുടെ. അപ്പം ഇതുപോലത്തെ സിനിമയ്ക്ക് വേണ്ടി ഒരു ബ്രീത്തിങ് സ്പേസ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഖൽബിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം തിയേറ്ററിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് ഓപ്പോസിറ്റ് ഉള്ളത് ഓസ്ലറാണ്. ഓക്കെ, മമ്മൂക്കായും ജയറാമേട്ടുള്ള പടം. അപ്പൊ ഓക്കെ, ഓസ്ലർ പോലത്തെ സിനിമയായിട്ട് ഒരു സിനിമ അങ്ങനെ വേണം തിയേറ്ററിൽ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കാം, മനസ്സിലല്ലേ? അതിനുള്ള കണ്ടന്റ് കോൺഫിഡൻസും നമുക്കുണ്ട്. നമ്മൾ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തു, എല്ലാം സെറ്റപ്പ് ചെയ്തു. റിലീസിന് 3 ദിവസം മുമ്പ് അറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികന്റെ ഒരു സിനിമ, ഹനുമാൻ കർണാടക പടം, പിന്നെ ഹാപ്പി ക്രിസ്മസ്. ശരിയല്ലേ? അപ്പം ഒരു സാധാരണ 100 രൂപ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഓഡിയന് അവന്റെ 7ാമത്തെ ഓപ്ഷനാണ് ഖൽബ്, മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് എന്ന് പറയുന്നത് അവരുടെ ഇത്രയും വലിയ ഇൻഡസ്ട്രിയിൽ അവിടെ നിന്ന് കോടിയിൽ വരുന്ന ഒരു സിനിമയുടെ ഒരു ചെറിയ മാർക്കറ്റാണ് കേരളം. ചുമ്മാ ഡബ് ചെയ്തിട്ട് ആർക്കിക്കോ അട കിട്ടുന്ന വാങ്ങിച്ചോ എന്നുള്ളതാണ്. അത് ഇവിടുത്തെ അസോസിയേഷൻ. അപ്പം ഖൽബ് എന്ന സിനിമയ്ക്ക് രാവിലത്തെ 10 മണിക്കത്തെ ഷോയ്ക്ക് പോവും. രഞ്ജിത് സഞ്ജീവ്, നേഹ അഭിനയിക്കുന്ന ഖൽബ് എന്ന സിനിമയ്ക്ക് 10 മണിക്ക് ആര് പോവാനാ? പോത്തില്ല. ഇത് വിജയോ ഇല്ല മമ്മൂട്ടിയോ മോഹൻലാലോ ദുൽഖറോ ഒന്നും അല്ല, മനസ്സിലല്ലേ? അപ്പം ആ 10 മണിക്കത്തെ ഷോ നടന്നതെന്ന് പറഞ്ഞ തിയേറ്ററുകാർ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കട്ട് ചെയ്യുവാണ്. അപ്പം ഇപ്പം ഈ പറയുന്ന സോക്കോൾഡ് ഇവിടുത്തെ റിവ്യൂസ് ഈ സിനിമയെ മോശം പറയുമ്പോൾ, അതിനെ ഇപ്പൊ ഈ OTT വന്നപ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തെ കമന്റുകൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ, ഇന്ന് അതിന് 3 ദിവസമായിട്ട് ഈ റിവ്യൂസിന്റെ കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്കുക, ഇതുപോലെ കമന്റുകൾ അന്ന് വന്നിരുന്നെങ്കിൽ ഖൽബിന് ആൾക്കാർ തിയേറ്ററിൽ വന്നേനെ. അത് ഷോസ് ഇല്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു ഒരു തിയേറ്ററിൽ ഞാൻ പോകുന്നു. അപ്പം തിയേറ്റർ വിസിറ്റിന് പോകും. അപ്പൊ ചെല്ലുമ്പോൾ തിയേറ്ററിൽ ആളില്ല. അപ്പൊ ഞാൻ വിളിച്ച ആൾക്കാരോട് പറഞ്ഞു, ആരും പറയണ്ട, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ ടിക്കറ്റ് 2 തിയേറ്ററാണ്, 2 സ്ക്രീനിലുള്ള തിയേറ്റർ. അപ്പൊ ആൾ നിൽക്കുമ്പോൾ ടിക്കറ്റിലുള്ള ആൾ പറയാ, ഖൽബ് പോരാ, ഓസ്ലർ മമ്മൂട്ടിയുണ്ട്, എടുത്തോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എന്റെ പടമാണ്. പുള്ളി പറയാ, അല്ല മോനെ, എന്നോട് എന്റെ ജോലികളല്ലേ, ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഖൽബിന് 8 പേരും ഓസ്ലറിന് 12 പേരുണ്ട്. ഈ 8 പേര് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഓസ്ലറിന്റെ ഷോ നടക്കും. അതുകൊണ്ടാണ് ഞാനാ പറഞ്ഞതെന്ന്. നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ആ സമയത്ത് മെന്റലി താഴ്ന്നിരിക്കും. നമ്മൾ അതുകൂടി കേട്ടിട്ട് ഓക്കെ ചേട്ടാ ബൈ ബൈ എന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വന്നു, മനസ്സിലായില്ലേ? അപ്പം ഇതുപോലുള്ള എന്താ പറയാ, നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടുത്തെ സിനിമാക്കാരും ഇവിടുത്തെ വലിയ വലിയ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒരിക്കലും ഈ പറയുന്ന മനോരോഗികളായ റിവ്യൂസിനെ, ഇല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന, ഇല്ല അതുകൊണ്ടുള്ള ഇതില് മറ്റേ ഭയങ്കര ഒരു ലൈഫ് സ്വപ്നം കാണുന്ന ആൾക്കാരെ അല്ല ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടത്. ഇവിടുത്തെ അസോസിയേഷനുകൾ, ഇവിടുത്തെ സിനിമകൾ, അതായത് ഇവിടെ കടം വാങ്ങിച്ചും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സിനിമകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം ഷോ കൗണ്ടുകൾ അവരും കൊടുത്തോളൂ. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് ഷോ കൗണ്ട് തരിക. സെക്കൻഡ് ഷോസും ആളുകൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് ഷോ തരിക. ചിലപ്പോൾ അതായിരിക്കും ഫാസ്റ്റ് ഫിൽ ആകുന്നത്. പക്ഷെ ഈ സിനിമകൾ കണ്ടും അറിഞ്ഞു ആൾക്കാർ കയറട്ടെ, എന്നാലേ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. അങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രി വളർന്നിരിക്കുന്നത്. നമ്മളിവിടെ 1000 കോടി പ്രൊജക്റ്റോ 100 കോടി പ്രൊജക്റ്റോ അല്ലല്ലോ. ഇവിടുത്തെ കണ്ടന്റ് ബേസ്ഡാണ് ലോക സിനിമകൾ മൊത്തം മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അരുൺ സാറിനെ പോലെ, ലിജൂസ് പല്ലിശ്ശേരിയെ പോലെ, അല്ലെങ്കിൽ കെജി ജോസ് സാറിനെ പോലെ ആളുടെ ബ്രില്യൻ മൂവീസിലൂടെയാണ് ഈ ഇൻഡസ്ട്രി വളർന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഭയങ്കര മാസീവ് സിനിമയില് പിന്നെ വൈഫിനെ റേപ്പ് ചെയ്യുന്നതിന് നായകൻ പോയി ആൾക്കാരെ കൊല്ലുന്ന സിനിമയിലല്ല ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്, മനസ്സിലായി? അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം വേറെ സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പൊ പല്ലുട്ടി ഞാൻ മാരി സെൽവരാജ് ഈ സിനിമ തമിഴ്നാട്ടിൽ എന്ത് ചെയ്ത പ്രസന്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഡബ് ചെയ്തിട്ട് അവിടെ റിലീസിന് മുമ്പ് അവിടെ അസോസിയേഷൻ പറയുന്നത് അടുത്ത ഫെബ്രുവരി വരെ എല്ലാ ആഴ്ചയിലും 6 തമിഴ് സിനിമകളുണ്ട്, അത് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറക്കിക്കോ എന്നാ പറയുന്നത്. അങ്ങനത്തെ നട്ടലുള്ള ഏതാ
അസോസിയേഷനിൽ ഇവിടെ ഉണ്ടാകണം. ഇത് ഈ അസോസിയേഷൻ തൽപ്പിക്കുന്ന ആൾക്കാരാണ് ഈ തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും കന്നഡ സിനിമകളും ആർക്കും വരാത്ത ഭോജ്പുരി സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള ഖൽബുകൾക്ക് സംഭവിക്കാം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് റിവ്യൂ പറയുന്നവരെയും, ഇല്ലെങ്കിൽ എന്താ പറയുക, നെഗറ്റീവ് പറഞ്ഞ് റിവ്യൂ പറയുന്നവരും, നന്മ കൊണ്ട് റിവ്യൂ പറയുന്ന ആൾക്കാർ കണ്ടല്ല. അവരാ സൈഡ് ആ പടം 30K ഇല്ലെങ്കിൽ 300K 100K ഒരു 500K ഒരു 1 മില്യൺ വ്യൂസിനപ്പുറം അവർക്ക് ഉണ്ടാകാറില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതല്ല സിനിമയുടെ പരാജയം എന്നുള്ളത്. അപ്പൊ കുറെ ആൾക്കാരൊന്നും അവരും നശിപ്പിച്ചു. ഞാൻ ആരും നശിപ്പിച്ചിട്ടില്ല. ഈ ഇൻഡസ്ട്രി തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ചെറിയ സിനിമകളെ നശിപ്പിക്കുന്നത്. കാരണം നാളെ ഈ സിനിമ കണ്ടിട്ട് രഞ്ജിത്തിനെ വെച്ചിട്ടുള്ള സിനിമ ചെയ്താൽ, നെസ്റ്റിനെ വെച്ച് സിനിമ ചെയ്താൽ അതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അപ്പാട് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ മേക്കേഴ്സിന് അല്ലെങ്കിൽ ഇവിടെയുള്ള പല ഡയറക്ടേഴ്സിനും കഥ പറയാൻ കുറച്ച് പുതിയ മുഖങ്ങൾ വരട്ടെ. അന്നേരം ഇൻഡസ്ട്രി വളരാത്തുള്ളൂ. കുറച്ച് ആൾക്കാരിൽ മാത്രം തിരിയും. അവർ പറയുന്ന സജഷൻസും അവരുടെ മേക്കപ്പ് മാൻ വരെ പറയുന്ന സജഷൻസ് കേട്ട് ഇവിടെയുള്ള എല്ലാ ഡയറക്ടേഴ്സും ഇല്ലാണ്ടാകത്തേ ഉള്ളൂ. ഇപ്പം ശരിക്കും ഒരു മിനിറ്റിൽ ഇപ്പൊ ഇത്രയും മെസ്സേജുകൾ വരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ മൊബൈൽ ഹാങ് ആവുന്ന അവസ്ഥയാണോ? അത് ഭയങ്കര സന്തോഷം എന്നെ സംബന്ധിച്ചുള്ള കാര്യം. പിന്നെ ഈ പറയുന്നത് നമ്മള് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാല് കൂടുതൽ ആൾക്കാരും സൗദ എന്ന ക്യാരക്ടറിന് ലെന ചേച്ചിയുടെ ക്യാരക്ടർ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു, അതിനെ കുറിച്ച് റൈറ്റപ്പുകൾ എഴുതുന്നു. അതെനിക്ക് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര, ഞാൻ ഉദ്ദേശിച്ച റൈറ്റ് ഓഡിയൻസിൽ ആ സിനിമ എത്തിയിട്ടുണ്ട്. എന്താണ് ഞാൻ ഈ സിനിമ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് ഈ സിനിമ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസറിനെ കണ്ടപ്പോൾ ആലോചിക്കുക, തലച്ചോറ് പുറത്തു വരുന്ന കഥയുണ്ടോ? നമ്മൾ തലച്ചോറ് പുറത്തു വരുന്നേ. അപ്പൊ ഞാൻ എന്താ കില്ലും സിനിമ ഉണ്ടല്ലേ, തലച്ചോറ് തെറച്ചു വരുമ്പോൾ ആൾക്കാർ കൈയടിക്കുക. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനത്തെ കഥ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ അപ്പം എല്ലാവർക്കും കൊടൂര വയലൻസുകളോ ഇല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകളും മതി. നമുക്ക് സോഫ്റ്റ് രസമുള്ള, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ഞാൻ ഭയങ്കര നന്മോരാകുമല്ല, അങ്ങനത്തെ സിനിമകളും വേണം. മനസ്സിലായില്ലേ? ഒരു ബ്രീത്തിങ് സ്പേസ് വേണ്ടേ? മനസ്സിലായി? എനിക്ക് എന്റെ മോളും എന്റെ കുട്ടിയൊക്കെ ആയിട്ടിരുന്ന ഒരു സിനിമ കാണാൻ പറ്റണം. അപ്പൊ അവർ കാണുമ്പോൾ ഇത് കണ്ട അങ്ങനെ തോന്നില്ലല്ലോ. അങ്ങനത്തെ സിനിമകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ ബാലൻസ് ഇപ്പൊ എല്ലാവരും അതിന്റെ പുറകെ പോയിരിക്കുക. മനസ്സിലായി? ഇപ്പം ഖൽബില് എനിക്ക് ഇപ്പം നമ്മുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഖൽബിന്റെ റീൽസും ഷോർട്സിന്റെയും അയ്യറുകളിയാണ്. അപ്പൊ അതിലെല്ലാം ഈ ഒരു റിലേഷന്റെ ഒരു ബോണ്ടിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിന് താഴെ ഫുൾ കമന്റ്സും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയും പ്രണയിക്കും ആളുകള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ചേട്ടന്റെ ജീവിതത്തില് പ്രണയം എങ്ങനെയാണ്? ആക്ച്വലി എന്റെ ജീവിതത്തിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് കുട്ടികൾ, ഇപ്പൊ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു കുട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പോയി പറഞ്ഞപ്പോ ആ കുട്ടി എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിചാരം അന്നത്തെ ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സൈഡിലൊക്കെ ഭയങ്കര വീക്കായിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ പ്രണയം ഒന്നും പറ്റില്ല. അത് കാരണം എന്റെ പ്രണയമൊക്കെ ഞാൻ വാരി വിതറിയിട്ടുണ്ട്. എനിക്ക് നടക്കാതെ പോയാൽ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇമോഷൻസ്. അപ്പം അതിനപ്പുറം ഈ പ്രണയം എന്ന് പറയുന്നത് ഇപ്പം ഈ സിനിമ പറയുമ്പോൾ പലരും പറയും ഈ ജെൻസി ക്രൗഡിന് ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഈ അനിയത്തി പ്രാവ് പോലെ ഇല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഭയങ്കര, ഞാൻ പറഞ്ഞ ബ്രോ അങ്ങനത്തെ സിനിമകൾ അവരെ കാണിക്കണം. മനസ്സിലായില്ലേ? അവർക്ക് ഈ ഒരു ഇമോഷനിൽ ആ റിലേഷൻ എന്താണെന്ന്, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? അവരിലൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് മനസ്സിലായവരുണ്ടാകാം, മനസ്സിലായവരുണ്ടാകാം. എന്തായാലും ഇപ്പം ഈ ഖൽബ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നും ആലോചിക്കുന്ന കാര്യമുണ്ട്. അതായത് ഇപ്പം ഇടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരുപാട് എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. മനസ്സിലായില്ലേ? പല സജഷൻസ് ഇല്ലെങ്കിൽ ആ സിനിമ നടക്കില്ല. നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ്. ഖൽബ് എന്ന സിനിമയിൽ ഞാൻ ആലോചിച്ചു, ഈ സിനിമ നാളെ ഹിറ്റായാൽ അതെന്റെ കഴിവായിട്ടും ഈ സിനിമ ഫ്ലോപ്പ് ആയാൽ അതെന്റെ കഴിവുകേടായിട്ടും എനിക്ക് തോന്നണം. മനസ്സിലായി? എനിക്ക് തോന്നിയത് അന്ന് ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. മനസ്സിലായി? ഇത് ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അത് ഞാൻ വളരെ വ്യക്തമായി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ എല്ലാ സപ്പോർട്ട് സിസ്റ്റവും, ഒരു പുതുമുകളുടെ സിനിമ അല്ല സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് തിയേറ്ററിൽ എനിക്ക് എത്രത്തോളം റീച്ച് ആയെന്ന് അറിയില്ല, പക്ഷെ അത് OTT ആ ഇമ്പാക്ട് കിട്ടുന്നുണ്ട്. അതെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്ര സംസാരിച്ചതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല കാര്യങ്ങൾ നടന്നു, സന്തോഷം. മോശം കാര്യങ്ങളാണ് നടക്കുന്നത്, വളരെ സന്തോഷം. അങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റില് ഇരിക്കുന്നു? എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ കോറേറ്റ് ഉണ്ട് സുഹൈൽ. സുഹൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ജാതിക്ക തോട്ടം അല്ലെങ്കിൽ പ്രേമിലൂടെയൊക്കെ ഭയങ്കര ലിറിക്സിസ്റ്റ് ആണ്. പുള്ളിയാണ് ഈ സിനിമയിൽ എല്ലാ പാട്ടുകൾ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. സുഹൈൽ എന്റെ ബ്രദർഹുഡ് ആണ്. അപ്പം എന്റെ ഏറ്റവും, ഞാൻ ഒരു ആലപ്പുഴക്കാരൻ, ആലപ്പുഴയിൽ കോസ്റ്റൽ ഏരിയ വന്നിട്ടുള്ള ആളാണ്. അപ്പം എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടായാൽ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി എന്നെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ നേരെ
ആ 60 കിലോമീറ്റർ കാർ ഓടിച്ച് നേരെ ആലപ്പുഴയ്ക്ക് പോകും. അവിടെ പോയി ബീച്ചിൽ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ, എൻ്റെ കൂടെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവിടെ ഹോട്ടൽ ചെയ്യുന്ന ആൾക്കാർ, അവിടെ ടൂറിസം ഗൈഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവിടുത്തെ ഗുണ്ടകൾ, ഇങ്ങനത്തെ ഒരുപാട് അവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളി ഫ്രണ്ട്സ് ഉണ്ട് കുറെ. എന്നാൽ അടിപൊളി ആൾക്കാരാണ് അവരെല്ലാം. അവരൊക്കെ ആയിട്ട് ബീച്ചിൽ ചിലപ്പോൾ ഒരു വള്ളത്തിൽ പോയാൽ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒറിജിനലുള്ള സ്ഥലത്ത് പോയി എൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ അവരോടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും എനിക്ക് കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, അവിടെ ഇപ്പം ഞാനിപ്പം ലോകത്തെ എന്ത് പ്രശ്നത്തിനും അവിടെ സൊല്യൂഷൻ ഉണ്ട്. അത് സിമ്പിൾ ആയിട്ട് പറയാം, ഇത് ഇങ്ങനെ പറയാം, കറക്റ്റ് ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് അവർ പറയും. നമ്മളെ ഇത് കറക്റ്റ് ആണല്ലോ പുള്ളി പറഞ്ഞത്, എടാ അയാൾ ഇങ്ങനെ ഇത്. അപ്പം ആ എന്റെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ആ ടെക്നോളജിയാണ്. ആ എവിടെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, എനിക്ക് അങ്ങനത്തെ കുറെ ആളുകളുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ. ഇപ്പം ഷമീർ എന്ന് പറഞ്ഞ എൻ്റെ ദുബായിലെ എൻ്റെ പാർട്ണറുണ്ട്, പിന്നെ നിതിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പാലക്കാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ ദൈവമായിട്ട് എനിക്ക് തന്നെ കൈകളാണ്. അപ്പൊ ഇവിടുന്ന് ഒരു കൈ വിടുമ്പം 10 കൈ അവിടെ നിൽക്കുക പിടിക്കുക. അപ്പൊ സെലക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. ഇപ്പം ഇതുപോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വരുന്നു, ഇപ്പം സിനിമയില് ഡയറക്ഷൻ, ആക്ടിങ്, പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് എത്തി നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ സ്വപ്നം കാണുന്ന ഒരാൾക്കാണ് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം സ്വപ്നങ്ങളും ചേട്ടനും എങ്ങനെയാണ്? സ്വപ്നങ്ങൾ നമുക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ്. നമ്മൾ അത് എനിക്ക് ഭയങ്കര, ഞാനെപ്പോഴും ഇങ്ങനെ അതങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ നമ്മൾ പോകും. മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നീ ഇനി ഖൽബിന്റെ കഥ ജാക്കി ജാന്റെ മോന്റെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ. അതാണ് അത്രയും ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പല്ലുട്ടിയുടെ പിന്നെ റിലീസായി കഴിഞ്ഞപ്പം സ്പീക്കർ റിവ്യൂ പറഞ്ഞു. അപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാം, അടുത്തത് പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ റിവ്യൂ പറയാൻ പോകുന്നത്, അല്ല നീ അത് ചെയ്യും. അപ്പൊ എനിക്ക് വേറെ കോൺഫിഡൻസ്, ഓക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ എനിക്ക് അവിടെ. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. നമുക്കത് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നതാണ് നടക്കാത്തത്. നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് നോക്കി ഏതെങ്കിലും രീതിയിൽ അത് നടക്കേണ്ടതാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു പ്ലസ് കിട്ടും. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരുപാട്, ഇപ്പം നമ്മൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഭയങ്കര വലിയ പേഴ്സണാലിറ്റികളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഒരു മെയിൽ ആയിരിക്കും, ആ മെയിൽ നമ്മൾ ചുമ്മാ ഒരു മെയിൽ, ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ റിസൾട്ട് ആണ് കിട്ടും. ഇപ്പൊ ചേട്ടൻ വന്നപ്പോ പറഞ്ഞൊരു സെന്റൻസ് ആണ്, ഇപ്പൊ ജെന്യുവൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണെങ്കിലും റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പൊ ഇപ്പം ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൽ എത്രമാത്രം ആ ഒരു ജെന്യുവിനിറ്റി ഒരു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ പറ്റുന്നുണ്ട്? വളരെ സിമ്പിൾ ഒരു കഥ പറഞ്ഞത്. അതായത് എൻ്റെ അടുത്ത് ഞാനൊരു എൻ്റെ സിനിമയിലെ എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നജീം കോയാണ്. ഇപ്പം 1000 Babies ഒക്കെ ചെയ്തിട്ടുള്ള നജീം കോയാണ്. അപ്പൊ എൻ്റെ കസിനാണ് അറുഫാൻ എന്ന് പറഞ്ഞ റൈറ്ററും. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി, ഞങ്ങളുടെ എല്ലാവരും ഏറ്റവും വലിയ സിനിമാക്കാരൻ നജിക്കാണ് സിബി സാറിന്. ഞങ്ങൾക്ക് സിബി സാറിന്റെ ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ സിബി സാറിന്റെ അസിസ്റ്റന്റ് ആണ് നജിക്ക്. സിബി സാറിന്റെ അബുദാബി സിനിമ എഴുതാൻ പോകുന്നത് കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് കഥയൊക്കെ നറേറ്റ് ചെയ്യുന്നത്. എനിക്ക് നറേഷൻ ഒരു ഭയങ്കര കേപ്പബിലിറ്റി കിട്ടിയത് പുള്ളിയിൽ നിന്നാണ്. അപ്പൊ ഞാൻ പുള്ളി ചോദിച്ചു, നജിക്ക എങ്ങനെ സിനിമയിൽ? അപ്പം പുള്ളി പറയാം, എടാ സിനിമ എന്ന് പറഞ്ഞാല് 7 കടൽ നീന്തി നമ്മൾ എത്തുന്ന ചെകുത്താന്റെ ഗുഹയാണ്. ഓക്കെ, നമ്മളിങ്ങനെ നീന്തുമ്പം അവിടെ നമുക്ക് തിമിംഗലം കടിക്കാൻ വരും, സ്രാവ് കടിക്കാൻ വരും, ഞണ്ടെടുക്കാൻ വരും. നമ്മൾ അതിനെയൊക്കെ വെട്ടി ചെകുത്താന്റെ ഗുഹയിലെത്തിയാൽ അപ്പ തന്നെ ചെകുത്താനായി മാറിയേക്കണം, ഇല്ല നമ്മളെ ചെകുത്താൻ പിടിച്ച് തിന്നു. അപ്പൊ ബി എ ചെകുത്താൻ. ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞെങ്കിലും അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത യുദ്ധം പോലെയാണ് സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത 10, 100, 200, 250 ആൾക്കാരെ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യുക. അവിടെ നമ്മളിങ്ങനെ ഒരു ക്യാപ്റ്റനെ പോലെ നിൽക്കുവാണ്. അവര് എന്നേലും എൻ്റെ വാപ്പാടെ പ്രായം, എൻ്റെ ഉപ്പുപ്പാടെ പ്രായമുള്ള ആൾക്കാർ വരെ വന്നിട്ട് സാറിന് പറഞ്ഞ് നമ്മൾ നിൽക്കുവാണ്. ഇവരോട് നമ്മൾ കൊടുക്കേണ്ട ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഇപ്പൊ അവർ ചുമ്മാ ഒരു 10 മിനിറ്റ് ലേറ്റ് ആക്കാന്ന് വിചാരിച്ചാൽ അവർക്ക് 1 മണിക്കൂർ ലേറ്റ് ആക്കാം, നമ്മൾ അറിയത്ത് പോലും ഇല്ല. മനസ്സിലായി? അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഭയങ്കരമായ സപ്പോർട്ടാണ് സിനിമ. അപ്പം ഇതിന് ശേഷം ഇപ്പം ഇതൊരു എല്ലാ ഇൻഡസ്ട്രി, സിനിമ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ ബിസിനസ് ആണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ റേഡിയോ ഇൻഡസ്ട്രി തന്നെ ആണെങ്കിലും എന്തോരം പ്രശ്നങ്ങളുണ്ടാവും. അതുപോലത്തെ എല്ലാ പ്രശ്നങ്ങളും സിനിമയിലുണ്ട്. അതെല്ലാം നമ്മൾ ഇമോഷണലി ഇല്ലെങ്കിൽ ധൈര്യത്തോടെ നേരിട്ടാൽ കൽബ് പോലെ നമുക്ക് എന്താ വൈകിയാണെങ്കിലും ചില സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് കിട്ടും. അതെ. ഇപ്പം സിനിമനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ചേട്ടൻ തുടങ്ങിയ ഒരു സംരംഭമാണ് സിനിമാ പ്രാന്തൻ. ഭയങ്കര അത് തുടങ്ങിയതും ഹിറ്റായത് നമ്മൾ അറിഞ്ഞുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ ഒരു സ്റ്റോറി പറയോ? സിനിമാ പ്രാന്തൻ 2007, 2008 നമ്മൾ സിനിമാ പ്രാന്തൻ. അതിന്റെ പേര് കേരള സ്പോട്ട്ലൈറ്റ് എന്നായിരുന്നു, സിനിമാ പ്രാന്തൻ എന്നല്ല. അപ്പൊ ഞാൻ 0484 നമ്പർ എടുത്തിട്ട് ഡെയിലി ഒരു 10-20 വിളിക്കും. ഹലോ,
ഐ എം കോളിംഗ് ഫ്രം കേരള സ്പോട്ട്ലൈറ്റ്, നിങ്ങൾക്ക് സിനിമ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറയും ഇല്ല, കട്ടി ഒഴിഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഷ് കപൂറുടെ സിനിമകൾ പുള്ളി ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ. സോൾട്ട് ആൻഡ് പെപ്പർ പോലെ, ഇല്ലെങ്കിൽ ഡാഡി കൂൾ പോലത്തെ സിനിമകൾ ഭയങ്കര ഓൺലൈൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോസ്റ്റേഴ്സ്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ മനസ്സിലേക്ക് വന്നു. ആ. അപ്പൊ ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതെന്ത് സംഭവം, ഇതെങ്ങനെ ഇയാൾ പ്രൊമോട്ട് ചെയ്യുന്നത്? കാരണം അയാൾക്ക് ഭയങ്കരമായിട്ട് റീച്ച്, വലിയ പോസ്റ്റർ ഒന്നും പ്രിന്റ് അടിച്ചൊട്ടിക്കാതെ ഹോർഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അത് ഓൺലൈനിൽ ഭയങ്കര സപ്പോർട്ട് ഇടാൻ തുടങ്ങി. അതെ. അപ്പം പതുക്കെ ഒരു ബസ് ഇപ്പം നമ്മളിപ്പോൾ കേരള സ്പോട്ട്ലൈറ്റ് മാറ്റാം, ആ പേര് നമുക്ക് ഇന്ന് എത്ര മറക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ പേരാണ് സിനിമ പ്രാന്തൻ. ഓക്കെ, അങ്ങനെ സിറ്റി എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പ്രാന്തൻ ഉണ്ടാക്കി. എന്നിട്ട് പ്രാന്തൻ വെച്ചിട്ട് പ്രാന്തൻ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാനൊരു സിനിമയ്ക്ക് പോയി, അപ്പൊ എന്റെ പൊന്നെ മമ്മൂക്ക കണ്ടപ്പോ ആൾക്കാരോട് ബഹളമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അങ്ങനെ സംസാരിച്ചു തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ആക്കി. അതെ. അത് ഭയങ്കരമായിട്ട് പിക്കപ്പ് ആവുകയും അങ്ങനെ പതുക്കെ പതുക്കെ. അപ്പം ആ സമയത്ത് ഞാൻ സാന്ദ്ര, വിജയ് ബായ്ക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരുടെ സിനിമകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ മെയിൻ പോലത്തെ സിനിമകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സിനിമ പ്രാന്തൻ, ആ ഒരു അങ്ങനെ ഒരു ടാഗ് നമ്മളാണ് കൊണ്ടുവരുന്നത് സിനിമയിലേക്ക്. അപ്പം അത് പെട്ടെന്ന് പിക്കപ്പ് ആവുകയും ബന്ധങ്ങളിലൂടെ തന്നെ അത് വളരുകയും അതിലൂടെ നമ്മൾ ജെന്യൂൻ ആയിട്ട് ഞങ്ങൾ ഒരു സിനിമ ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. ഒരു നെഗറ്റീവ് ന്യൂസുകളും ആ പേജുകൾ വഴി ഇതുവരെ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടില്ല. ഒരാളുടെ ഒരു വിഷമിക്കുന്ന ഒരു കാര്യമോ, ഇല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള വീഡിയോയോ, ഇല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നതിന് നമ്മൾ കാണാത്ത രീതിയിൽ ഷൂട്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല. മനസ്സിലായി? ഞങ്ങൾ ജെന്യൂൻ ആയിട്ട് സിനിമയെ ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് പ്രാന്തൻ എനർജി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ആവറേജ് സിനിമയെ ഞങ്ങൾ എങ്ങനെയും പൊക്കെടുക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പം അതിന് ഒരേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സിനിമ ഇപ്പം നമുക്ക് ഒരു സിനിമയെ മോശം പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാകുന്നത്. ഇവിടെ അൽഗോരിതം വരെ വർക്ക് ആവുന്നത് നെഗറ്റീവ്സിനും ഡിസ്ലൈക്സിനുമാണ്. അപ്പം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഇതുവരെ ഒരു സിനിമയെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സിനിമ പ്രാന്തന്റെ വിജയം. ഞങ്ങളൊരു കോഫി ഷോപ്പ് തുടങ്ങി, അവിടെ കഥ പറയാൻ പറയാം, ഞങ്ങൾ സിനിമയാക്കും. ഞങ്ങൾ കാരണം സിനിമ ഒരു 10-25ഓളം സിനിമകൾ ഇൻഡസ്ട്രി സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാരണം ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമ വന്നിട്ടുണ്ട്. ഞങ്ങൾ കാരണം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, ടെക്നീഷ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയകളിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതെല്ലാം നല്ല മൊമെന്റ് ആയിട്ട് സിനിമ പ്രാന്തന്റെ ബർക്കത്തായിട്ട് 3 സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ വിൻ ചെയ്തു. അതെ, അതിന് കയ്യടി. ഈ കഫേ തുടങ്ങാനുള്ള ഒരു പ്രചോദനം മറ്റു സ്ഥലങ്ങളിലൊക്കെ കഥകൾ പറയാൻ പോയപ്പം അങ്ങനെ ഇവിടെ ഇരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ, അത് കേട്ടിട്ടുണ്ട്. സത്യമായിരുന്നോ? പണ്ട് ഞങ്ങൾക്ക് നല്ല ഓഫീസൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സുകളുടെ വലിയ ഓഫീസിന്റെ ചെറിയ റൂമൊക്കെയാണ് റെന്റ് ഔട്ട് ചെയ്യുന്നത്. ഈ പനമ്പള്ളിനാറിലൊക്കെ ഭയങ്കര റെന്റാണ്. ഞങ്ങൾക്ക് അത്ര വരുമാനം ഇല്ലല്ലോ, ഇങ്ങനെ ഐഡിയ വർക്കാവുമെന്നും അറിയില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ ഈ ആരെങ്കിലുമൊക്കെ മീറ്റിംഗ്, അന്ന് ഈ വെബ് ഡിസൈനിങ്, വെബ് ആപ്പ് ഒക്കെ, മൊബൈൽ ആപ്പ് അല്ല, വെബ് ഡിസൈനിങ് ആണ്, വെബ്സൈറ്റ്സിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മീറ്റിംഗിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതും സിനിമയിലൊക്കെ ഇപ്പൊ എത്തിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ വലിയ വലിയ കഫേകളിലാണ്. അപ്പം അത്രയും നമ്മുടെ കാശും ഇല്ലല്ലോ. അപ്പൊ ഒരു ചായ വാങ്ങിച്ചിരിക്കുന്ന ഒരു പരിധി ഉണ്ട്. അവരെ ഒന്നും പറയാൻ പറ്റില്ല, അവർ AC ഉണ്ട്, ഇല്ലെങ്കിൽ അവർ ഇത്രയും മെയിൻ്റെനൻസ് ചെയ്യാണ്. സോ മുഖം കറുത്ത് സംസാരിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അടുത്ത ഓർഡർ വെക്കൂ, എന്തെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കഫേ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതും അത്ര ഈസി പീരീഡ് അല്ല. കഫേ എന്ന് പറഞ്ഞാൽ നമുക്കും റൺ ചെയ്ത് പോകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഇപ്പൊ നമുക്ക് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 അത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ കഫേയില്. അപ്പം ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒരു പുതിയ തുടങ്ങണം, അല്ലെങ്കിൽ അടുത്തടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ എന്നൊക്കെ ഇനി അടുത്ത ഒരു ചുവടുവയ്പ് എങ്ങോട്ടാണ്? അതൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഭയങ്കര ഒരു സ്വപ്നമുള്ള ഒരു സംഭവമാണ്. ഇതിന് മുമ്പ് പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാനോ ഒന്നുമല്ല ഏറ്റവും പാട്. ഇവിടെ ഏറ്റവും പാട് ഒരു സിനിമ തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ തിയേറ്ററിലോട്ട് പ്ലേസ് ചെയ്യാനാണ്, പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനാണ്. ഒരു സിനിമയുടെ മൂഡ് വെച്ചിട്ട്, സിനിമയുടെ വലിപ്പം വെച്ചിട്ട് ആ സിനിമയെ പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയായിട്ട് ഞാൻ കാണുന്നത്, അയാൾ പൈസ മുടക്കി പടം എടുക്കണം, അയാൾ പൈസ മുടക്കി അതിൻ്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ കഴിക്കണം, അയാൾ പൈസ മുടക്കി തിയേറ്ററിൽ ഇറക്കണം, അയാൾ പൈസ മുടക്കി ആളെ കയറ്റണം. അത്രയും റോങ് സിറ്റ്. അതൊരു ഏറ്റവും വലിയ പരാജയമാണ്. ഞാൻ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത്, ഇല്ല ഡെയിലി കേരളത്തിലെ 70 തിയേറ്ററിൽ 25-30 ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റി ഇരുത്തി ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് പടം ഹോൾഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികേടാണ്. മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം മാറേണ്ട ഒരു സാഹചര്യം. അവിടുത്തെ അസോസിയേഷനുകളും തിയേറ്ററുകാരും ഒക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷെ കൽബിനെ ഒരുപാട് തിയേറ്ററുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഞ്ചേരിയിലെ തിയേറ്ററൊക്കെ എനിക്ക് 5 ഷോ കിട്ടുന്നത് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത കുറേ തിയേറ്ററുകളുണ്ട്. ഇപ്പം ഞാൻ പല്ലുട്ടിക്ക് ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഡെയിലി 10-12 കോളാണ് ഓരോ തിയേറ്ററിലേക്ക് ഞാൻ വിളിക്കുന്നത്. എനിക്ക് സെക്കൻഡ് ഷോ, ഫസ്റ്റ് ഷോ തരണം പ്ലീസ്. അപ്പം ഇങ്ങനെ പറഞ്ഞാണ് അത്ര അഭിപ്രായവും 3 സ്റ്റേറ്റ് അവാർഡും ലോകത്തുള്ളവരും നല്ല റിവ്യൂ ചെയ്തൊരു സിനിമ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. കാര്യം ആ സമയത്ത് അപ്പുറത്ത് ദുൽഖർ സൽമാന്റെ ഡബ് ചെയ്ത ലക്കി ഭാസ്കറും വന്നു, മറ്റേ അമരനും വന്നു. അപ്പൊ അവർക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പണിയുന്ന സിനിമ മാറ്റാൻ പറ്റില്ല. അവർക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു സിനിമ
ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ 3 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച ലോകത്തെല്ലാവരും നല്ലത് പറഞ്ഞ പല്ലുട്ടുന്ന സിനിമ മാത്രമാണ്. എന്നെ ആ ഒരു തിയേറ്റർ ഓണറിനെ വിളിച്ചപ്പോൾ പുള്ളി പറയുക, ഞാൻ വെള്ളിയാഴ്ച പടം വിളിച്ചു, ആ തിങ്കളാഴ്ച പടം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന്. അതായത് അയാളുടെ തിയേറ്ററിൽ 45 ദിവസം പടം ഓടിച്ചു, മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ റിവെഞ്ച്. അത് ഞാൻ പറഞ്ഞ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ പുള്ളി വയസ്സായ ആളായിരിക്കാം, എന്തുമായിരിക്കാം, പക്ഷെ പുള്ളി പറഞ്ഞു ഞാൻ ഇതുപോലെ കുറച്ച് മാനസിക വയ്യാണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ എഫേർട്ടിനെ ഭയങ്കര ചെറുതായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ അത്രയും നമുക്ക് വേറെ ഒരു ഇതുകൊണ്ട് 100 കോടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ 1000 കോടി ബഡ്ജറ്റ് ചെറിയൊരു സിനിമ, ആ സിനിമ അർഹിക്കുന്ന വിജയം ആ സിനിമ നേടിയിട്ടുണ്ടല്ലോ എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടിയൊക്കെ അത് ആവുമായിരുന്നു, കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. അതെ, പല്ലുട്ടി 90s കിഡ്സ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. അത്രയും ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കുട്ടികളുടെ പടം ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. അതിൽ ഈവൻ ഞാൻ ആ സ്ക്രിപ്റ്റ് റൈറ്ററെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അതായത് ഈവൻ ഡയലോഗ്സ് വരെ, ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരാണല്ലോ ഡയലോഗ്സ് എഴുതുന്നത്, അപ്പൊ നമ്മൾ ഡയലോഗ്സ് എഴുതുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ കുറച്ച് മെച്യൂരിറ്റി വരാതെ ആ കുട്ടി ഇപ്പം ആ അവല് കഴിക്കുന്ന ഒരു സീന് ഞാൻ പറഞ്ഞ എന്റെ ഫേവറേറ്റ് സീനാണ്. അപ്പം അതിൽ ഈ കണ്ണേട്ടൻ എന്ന് പറയുന്ന ആളെ കാണുമ്പോ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു തണുപ്പോ ഒരു സമാധാനോ നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും. അതിലത്തെ ഓരോ സീനുകളും പെട്ടെന്ന് നമ്മളെ ആ ഒരു 90s കൊണ്ടുപോകാന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇത് മുന്നോട്ട് വെക്കാൻ ഒരു പ്രൊഡ്യൂസർ വേണല്ലോ. അപ്പം അതിന് വലിയൊരു താങ്ക് യു. ഈ ഇന്റർനെറ്റിൽ ജീവിക്കുന്ന എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരു ജനറേഷൻ അറിയണം ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടായിരുന്നു. അതായത് ഇപ്പൊ കോൺക്രീറ്റ് മതിലുകൾക്ക് അപ്പുറം താമസിക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. കണ്ണനോ അവന്റെ അമ്മയോ ഉണ്ണിയുടെ വീട്ടിൽ എപ്പോ വന്നാലും അവരുടെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു വാഴക്കൊമ്പോ ഇല്ലെങ്കിൽ 2 ഉണ്ണിയപ്പോ, ചാവലോ. അങ്ങനെയാണ് എന്റെ കുടുംബമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്നൊരു വ്യക്തി ഫോം ആയിരിക്കുന്നത്. ഇവിടെ എന്ത് ഇമോഷൻ അവർക്ക് ഉണ്ടാകുന്നത് അറിയില്ലല്ലോ. ഇപ്പം എൻ്റെ വീടിന്റെ അപ്പുറത്തെ ത്രേസ്യമ്മ ചേച്ചി ക്രിസ്മസിന് കള്ളില്ലാതെ അപ്പം ഉണ്ടാക്കും എൻ്റെ വീട്ടിൽ തരാൻ വേണ്ടി. എൻ്റെ വീട്ടില് പെരുന്നാളിന് പിന്നെ ബീഫ് കറിയും മട്ടൻ ചാപ്സും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യും അപ്പുറത്ത് ജോമോനും ജയ്മോനും. എൻ്റെ അപ്പുറത്ത് ടീച്ചറും വൈദ്യരും ഞങ്ങൾക്ക് വേണ്ടി സദ്യ വെയിറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കൾച്ചർ വേണം. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ തോട്ട് വന്നിരിക്കുന്നത്, ആ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇല്ല. ഒരു കളിക്കാൻ നല്ല പറമ്പ് പോലും ഇല്ല. അപ്പം വേലികൾ മാറി മതിലുകളായി, കോൺക്രീറ്റ് മതിലുകളായി. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കുട്ടിക്കാലം ഉണ്ടായിരുന്നു അല്ലേ ചേട്ടന്? സാധാരണ കുട്ടികളുടെ സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ, വലിയൊരു ഇഷ്യൂ അഡ്രസ് ചെയ്യുന്ന, ആ കുട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അത് വലിയവന്റെ മാനസിക കുട്ടിയുടെ അല്ല. ഞങ്ങൾക്കൊരു കുട്ടികളുടെ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ സിനിമ വലിയവർക്ക് ഒരു ഇമോഷണൽ ദൈവമേ ഇങ്ങനെ ആയിരിക്കണമെന്ന് തോന്നുമായിരുന്നു. അതായിരുന്നു ആ സിനിമയുടെ ഫസ്റ്റ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച, ഇല്ല ആ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിപ്പിച്ച കാരണം. എന്റെ കുട്ടിക്കാലം എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ കുട്ടിക്കാലമാണ്. അത് ഞാൻ സിനിമയാക്കുന്നുണ്ട്. ആണല്ലേ? യെസ്, ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പല്ലോട്ടി ഇത്രയും നന്നായിട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് അത് അത്രയും നന്നായിട്ട് വരും എന്നുള്ളേ. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ, അത് ഭയങ്കര ചർച്ചയാവുകയും അത്രയും ആളുകൾ ഏറ്റെടുത്ത് ഒരു ലാലേട്ടൻ ഫാൻ ആണോ? ലാലേട്ടനെയും മമ്മൂക്കനെയും രണ്ടുപേരുടെയും ഹാർഡ് കോർ ഫാൻസ് ആണ് ഞാൻ. അവർ രണ്ടുപേരെയും എനിക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ആളാണ്. അപ്പം മോഹൻലാൽ എന്ന സിനിമ എല്ലാവരും ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലാണ് ടാഗ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഇവർ രണ്ടുപേരും അവരിലൂടെയാണ് സിനിമ ഞാൻ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടതും കണ്ടതും. ഇപ്പം മമ്മൂക്ക പപ്പഴം എപ്പിസോഡിൽ ബാലു നീ മാത്രം പറയുമെന്ന് പറയുമ്പം ഇപ്പോഴും ഞാൻ കഴിയും. എന്റെ ഉമ്മ ഇങ്ങനെ ആ സീൻ വരുമ്പോ കിച്ചണിൽ നിന്ന് ഓടി വന്നിട്ട് ആ സീൻ കണ്ട് കരഞ്ഞിട്ട് തിരിച്ചു പോകും. എനിക്ക് എന്താണ് പടം കണ്ടിട്ടില്ല. ലാൽ സാറ് മാഗി കുഞ്ഞിനെ സ്നേഹിച്ച പോലെ എന്ന് പറഞ്ഞിടത്ത് എനിക്ക് പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല, വാത്സല്യത്തിലുള്ള ഒന്നും പറ്റില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ നമുക്ക് ഒരു പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ കരയിപ്പിക്കാന്നല്ല, ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിയതാണ് കൽബിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കൽബിലെ ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ സീനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെ, എനിക്ക് കൽബിലെ എല്ലാ ഇപ്പം എനിക്ക് ഏറ്റവും ആയത് ഞാൻ പെർഫോമൻസ് വൈസ് എനിക്ക് ഏറ്റവും ഇപ്പം സൗദ ഇല്ലെങ്കിൽ കുറെ ഇപ്പം ഞാൻ ബാക്കി എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇത് പറയുന്നത്. സൗദ കരയുമ്പോ സൗണ്ട് പുറത്തോടെ സൗണ്ട് ഇങ്ങനെ കരയത്തുള്ളൂ ലെൻസ് ചേച്ചി. അതായത്
അതുപോലും അവർക്ക് പേടിയാ, മനസ്സിലായി. കരയാൻ പോലും അവർക്ക് ഇത് അവർ കൊച്ചു മരിക്കുമ്പോഴും ഇല്ലെങ്കിൽ അവർ പറയുമ്പോഴും അവർ ചുണ്ടി കടിച്ചു വെച്ചാൽ സൗണ്ട് പുറത്തു വരാതിരിക്കുക. അങ്ങനത്തെ ഒരുപാടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈഫിൽ. കാര്യം എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, ഒരു ഭയങ്കര ഒരു പള്ളിയുടെയൊക്കെ ഭയങ്കര ആളായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ സ്ഥലത്തെ എല്ലാ സെറ്റിൽമെന്റുകളും എൻ്റെ വീട്ടിലൊരു ഓഫീസ് സ്പേസാണ് അവിടെ നടക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വഴിത്തർക്കങ്ങൾ, അവിടുത്തെ സെറ്റിൽമെന്റുകൾ, അവിടുത്തെ വിവാഹമോചനങ്ങൾ, അവിടുത്തെ ആളുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം പോലീസ് സ്റ്റേഷനിൽ തീർക്കാൻ പറ്റാത്തതാണ് എൻ്റെ വീട്ടിലെ സെറ്റിൽമെന്റ് നടക്കുന്നത്. അപ്പം ഇവരൊക്കെ ഒരു വാപ്പയുടെ റൂമിൽ ഇരിക്കുകയും ഈ പെണ്ണുങ്ങളൊക്കെ കിച്ചണിൽ ഉമ്മാടോട് നിൽക്കുകയും ആണുങ്ങളൊക്കെ ഹാളിൽ ഇങ്ങനെ രണ്ട് തന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. അവസാനം നടന്നില്ലെങ്കിൽ രണ്ടുപേരും പിരിപ്പിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കും രാത്രി 3 മണി 4 മണി രാവിലെ വരെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സംസാരിക്കും. അതല്ല അപ്പം ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ചെറുപ്പം പോലും കണ്ടിട്ടുള്ള കുറേ മോഹങ്ങളുണ്ട്, കുറേ പ്രതീക്ഷയുള്ള മോഹങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന മോഹങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എൻ്റെ ഒരു തോട്ടിലാണ് സൗദ എന്നൊരു ക്യാരക്ടർ അവിടെ പ്ലേസ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ സൗദയുടെ ഉമ്മ പറയുന്നുണ്ട് ഇത് സൗദയ്ക്ക് വേണ്ടി ഒരു പ്രണയം ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ അതിനെ കൂടെ പുറപ്പിക്കുന്നില്ല, അത് തന്നെ ഭയങ്കര ഹയറായിട്ട് കാണണമെന്ന്. അതാണ് ആ സിനിമയുടെ ഏറ്റവും അങ്ങനെ പറയുന്ന ഒരുപാട് ഉമ്മമാർ എനിക്കറിയാം, മനസ്സിലായില്ലേ. അവർക്ക് അതല്ല എന്നുള്ളതാണ് ഈ സിനിമ ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഏതാ അവസാനം സൗദ പറയുന്ന ഡയലോഗിൽ അതുണ്ട്, മനസ്സിലായില്ലേ. മോൾ ഇവിടെ തന്നെ അടക്കണം എന്ന്, അവിടെങ്കിലും എനിക്ക് ഇപ്പോഴെങ്കിലും എനിക്ക് എന്റെ മോൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പറ്റണം എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ്. സൗദയുടെ മൊമെന്റ്സ് എനിക്ക് ഇഷ്ടമാണ്. സിദ്ദിഖാണ്. അപ്പൊ സിദ്ദിഖ ഓൾവേസ് അദ്ദേഹത്തിന്റെ ക്ലൈമാക്സിൽ പറയുന്ന കാര്യം, അങ്ങനെ ആൾക്കാരെ വിളിക്കാൻ ഒരു വാക്ക് പോലും എഴുതാൻ ആൾക്ക് പറ്റിയിട്ടില്ല, മനസ്സിലായില്ലേ. അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആ തോട്ട് സുഹൈലാണ് ആ തോട്ട് എഴുതുന്നത്. പിന്നെ ഒരു സൂഫി ഫിലോസഫി കാരണം ഒരു സിനിമ ഒരു ഹൃദയം പ്രണയത്തിലാകുന്നതിന് 7 സ്റ്റേജസ്: ഹബ്ബ്, ഉൻസ്, ഇഷ്ക്, അക്കീദത്ത്, ഇബാദത്ത്, ജുനൂൻ. ഞങ്ങൾ ഈ സിനിമയിൽ മരണത്തിന് ശേഷം 8ാമതൊരു സംഭവം കൂടെ വെക്കുന്നുണ്ട്. അതാണ് ഈ സിനിമ ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് എന്താന്നുള്ളത്. അതാണ് ഹയാത്ത്, അതിജീവിതം എന്ന് പറയുന്ന സംഭവം. അങ്ങനെ എന്താ പറയാ, കുറെ അണ്ടർലൈൻ സംഭവങ്ങൾ ഇതിനകത്തുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു സെലിയുണ്ട്, നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിച്ചറിയില്ല, പക്ഷെ നമുക്ക് പടം ഈ സിനിമ ആദ്യത്തെ സിനിമയുടെ ലെങ്ത് 2:48 അപ്പം പുതുമുഖങ്ങളുടെ സിനിമയ്ക്ക് 2:40 ലെങ്ത് വന്നാൽ മൾട്ടിപ്ലക്സുകളിൽ ഷോ കൗണ്ട് കുറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് റിലീസിന് ഒരാഴ്ച മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു അരമണിക്കൂറോളം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നത് 2:22 ഒരു കട്ടാണ്. അപ്പം അതിനാണ് നമ്മൾ പിന്നെ റീസൺസ്, ഇതാണ് OTT പോകാനും പറ്റത്തുള്ളൂ. അതില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ചാവയ്ക്കും ഇല്ലെങ്കിൽ ട്രൈമോളിനും ഇല്ലെങ്കിൽ സെലിക്കും എല്ലാവർക്കും ഒരുപാട്, കാരണം നമുക്ക് ആപ്പാൽ എടുക്കാൻ പറ്റുന്ന അവരുടെ രീതി മാത്രമേ ഉള്ളൂ. കാര്യം ഈ നമ്മൾ പറയുന്ന കഥ ഇല്ലേ മാറിപ്പോകും, മനസ്സിലായി. അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം ട്രിം ചെയ്യേണ്ടി വന്നു, മനസ്സിലായില്ലേ. അങ്ങനെ ഒരുപാട് പരിധിയുള്ള ഒരു ഫിലിം മേക്കർ, പുതിയൊരു ഫിലിം മേക്കർ സിനിമയ്ക്ക് വന്നു. ഞാൻ എനിക്ക് പറയേണ്ടത് നമ്മളിവിടെ കൊണ്ടാടുന്ന പല ഡയറക്ടേഴ്സും ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഒരിക്കലും ഇവിടെ ഒരു ആർട്ടിസ്റ്റ് കാണുന്നതിൽ പുറത്തുനിന്ന് കാണുന്ന ഒരു സിനിമാറ്റിക് ലൈഫ് ഒന്നും ആർക്കും ഇല്ല. ഓരോ സിനിമ കഴിയുമ്പോൾ ഒരു ഡയറക്ടറിന് കിട്ടുന്നത് ഒരു രോഗമാണ്. അല്ലാതെ ഒരിക്കലും ഇപ്പം എനിക്ക് ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പം ഫാറ്റി ലിവർ വന്നു, സെക്കൻഡ് സിനിമ കഴിഞ്ഞപ്പം എനിക്ക് എന്ത് പറഞ്ഞാൽ മറ്റേ കിഡ്നി സ്റ്റോൺ വന്നു, 3ാമത്തെ സിനിമ കഴിഞ്ഞപ്പം മറ്റേ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഹൈ ആകുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പെയിനാണ്, സ്ട്രെസ്സാണ്. ഈ വെയിലത്തും ചൂടത്തും യുദ്ധം, ഞാൻ നേരത്തെ പറഞ്ഞില്ല പോലെ അതുപോലെ തന്നെയുള്ള ഓരോ ഡയറക്ടേഴ്സിന്റെ അവസ്ഥ. ഒരു സിനിമ വർക്കൗട്ട് ആകുന്നതോടെ ഇൻഡസ്ട്രി തന്നെ അയാളെ സൈഡിലോട്ട് മാറ്റി. ഇവിടുത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഒരു കഥ പറയാനുള്ളൊരു അവസ്ഥ പോലും കൊടുക്കാതെ അങ്ങ് ഇല്ലാണ്ടായി കളയും. അത് കാരണം നിങ്ങൾ ഈ ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞാനൊരു അഭിനയിച്ചു വന്ന ആളാണ്. ഡയറക്ടേഴ്സിന് അവരുടെ എഫേർട്ടിന് ഇല്ലെ, അവർക്ക് ഒരു പരാജയം ഡയറക്ടറിന് മാത്രവും വിജയം അത് അഭിനയിച്ചത് എല്ലാവരുടെയും ആക്കി മാറ്റാതെ വിജയം അവർക്ക് കൂടി അവകാശപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത്. ഇപ്പൊ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ആകുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഡയറക്ടർ ആകുന്നു. അപ്പൊ ഈ ഒരു കോംബോ എത്രമാത്രം ഗുണകരമാണ്? അല്ല, ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം പലരോട് ഷൂട്ട് ചെയ്യുമ്പം ഞാൻ ഇവരോട് പറഞ്ഞു, എടാ 2 ക്യാമറ എടുത്തു, എടാ കുട്ടികളാ, കണ്ടിന്യൂറ്റി ചില പ്രശ്നം വരും. ഇപ്പം ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞോന്നിരിക്കില്ല, ഒറ്റ സമയത്ത് 2 ഷോട്ട് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ അപ്പം അത് ഈ കോസ്റ്റ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാറ്റർ ഉൾപ്പെടെ പെർ ഡേ ഞാനൊരു 60,000 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം. ഏതാ ഇവരുടെ സ്റ്റേ, ഇവരുടെ ഫുഡ്, ഈ ക്യാമറ റെന്റ്, കാരണം ഒരു ക്യാമറയും കുറച്ച് ആൾക്കാരായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇവരുടെ സാധ്യത ഞങ്ങൾക്ക് ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് ഈ സിനിമ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, സെക്കൻഡ് ഡേ 2 ക്യാമറ തരാൻ പറ്റുമോ?
ഞാൻ പറഞ്ഞു എടുത്തോ, ഞാൻ അതിൽ ആദ്യം പറഞ്ഞത് മനസ്സിലായില്ലേ. ആ. അപ്പം ഇതുപോലെ ഒരു ക്വാളിറ്റിയിലും ഈ സിനിമയിൽ ഇപ്പം പല്ലുട്ടി നോക്കേണ്ട മനസ്സിലാവും, ഒരു രീതിയിലുള്ള കോംപ്രമൈസും അത് ചെയ്തിട്ടില്ല. അതിന്റെ ആർട്ടാണെങ്കിലും അത് ആർട്ട് ചെയ്യുന്ന വിനീഷ് വെങ്കളാനാണ്, ഉം. സ്റ്റേറ്റ് നാഷണൽ അവാർഡ് വിന്നർ ആണ്. അതിന്റെ കോസ്റ്റ്യൂം ചെയ്യുന്ന പ്രവീൺ വർമ്മയാണ്. അതായത് ബിഗ് ബി പോലത്തെ സകല സിനിമ ചെയ്ത ആളാണ് ആ സിനിമയ്ക്ക് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ഉം. അപ്പം ഇതിനകത്ത് അവർ വന്ന ഒരു ഡയറക്ടർ, ഒരു ക്യാമറമാൻ, ഒരു എഡിറ്റർ, ഒരു റൈറ്റർ, ഇങ്ങനെയാണ് അവർ വരുന്നത്. അപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ, ഞങ്ങളിങ്ങനെ ടീമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ വർക്കൊക്കെ ഞാൻ കാണട്ടെ. അപ്പോൾ കണ്ടു. അവരുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ പോയി അഭിനയിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാടാ ഇവർക്ക് പരിപാടി അറിയാം, നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ പ്ലാൻഡ് ആയിട്ട്, ഒരിക്കലും ആക്ച്വലി പലട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ, ഫിലിം മേക്കർ, ഒരു പുതിയ കുറച്ച് ആൾക്കാരിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആ തോട്ട് കറക്റ്റ് ആണല്ലോ അവരുടെ. ഇപ്പം കണ്ണൻ ചേട്ടൻ്റെ നിക്ക് തുഞ്ഞു പോയി കഴിയുമ്പം അടുത്ത ഷോട്ടിൽ അവർ ഒരു ഇമോഷൻ ആണ്. അപ്പം ഞാൻ അവിടെ കുറച്ച് ഇമോഷൻ വേണ്ടേ. അപ്പം ഞാൻ ആലോചിച്ചാ അപ്പം അടുത്ത ഡയലോഗ് പറഞ്ഞത് ബട്ടർ എന്തുവാ പിന്നെ ഐസ് മിഠായി എന്നാ പറയുന്നത്. കാര്യം കുട്ടികളുടെ ഇമോഷൻ അത്രേ ഉള്ളൂ, അവിടെ തീർന്നു. നമ്മൾ വിചാരിക്കും അവർ രാത്രി പോയിരുന്ന ഡിപ്രഷൻ അടിച്ചിരുന്നു, അത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. അപ്പൊ കറക്റ്റ് ആണ്, അത് നിന്റെ ബ്രില്യൻസ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഒരു സിനിമ, ഒരു സട്ടിൽനെസ് ഉണ്ടല്ലോ സിനിമ. ഞാൻ കുറച്ച് ലൗഡാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളും എന്റെ കാറ്റഗറിയും എല്ലാം ഞാൻ കുറച്ച് ലൗഡാണ്. എന്റെ ഡ്രസ്സിംഗ് കുറച്ച് ഓവറായിരിക്കും, മനസ്സിലായില്ലേ. അപ്പൊ ആ ഓവർനെസ് ഞാൻ എപ്പോഴും, അപ്പം ആ ഒന്ന് ഈ സിനിമ ഒന്ന് കൺട്രോൾ ചെയ്യണം, മനസ്സിലായില്ലേ. അത് സിനിമയ്ക്ക് അത്രയും വേണ്ട, മനസ്സിലായില്ലേ. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നൊരു ഓവർനെസ് മതി. അതൊക്കെ എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ നമുക്ക് അങ്ങനെ കല്ലേടി ഒന്നും തോന്നിയില്ലല്ലോ. കാരണം കുട്ടികളുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഐസ് മിഠായി വരുമ്പോ നമ്മളും എവിടെ ഐസ് മിഠായി അത് നോക്കും. അതെ അതെ, പ്രശ്നം പൂമ്പാറ്റ നമ്മൾ അങ്ങോട്ട് പോകാണല്ലോ, അല്ല നമുക്ക് അതൊരു പ്രശ്നമാണോ. അതെ, ഇപ്പൊ എല്ലാവരുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു? ഇപ്പൊ ഈ ഇന്റർവ്യൂ ടേണിംഗ് പോയിന്റ് മനസ്സിലായില്ല. അതായത് എനിക്ക് ടേണിംഗ് പോയിന്റ് എല്ലാ ദിവസവും രാവിലെ ടേണിംഗ് പോയിന്റ്, ഇന്നെന്താ ടേണിംഗ് പോയിന്റ്. അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് വരും, അത് പിടിച്ച് കയറുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഷീമാട്ടി പോലത്തെ ഒരു ബ്രാൻഡിന്റെ ആഡ് കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്യുന്ന ഞങ്ങളാണ്. അപ്പം അവിടെ എത്തിപ്പെടുക ബീന മാഡത്തിനെ പോലത്തെ ഒരു പവർഫുൾ ലേഡി എടുത്ത് ഞാൻ ഭയങ്കര ഇപ്പൊ സിനിമയിൽ ഒരു സ്റ്റാറിനെ പോലെ, മമ്മൂക്കയെ പോലെ കാണുന്നവരാണ് ബീന മാഡം. അങ്ങനെ നിൽക്കുവാണല്ലോ അവർ ഒരു മെയിൽ ഒരു കസേരയിട്ട് കാലും മടക്കിയിരിക്കുക, മറ്റേ പടയപ്പല രമ്യ നമ്പീഷിനെ പോലെ. അവിടെ പോയി എനിക്കൊരു ഇത് പറഞ്ഞ എന്റെ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് സിനിമ സംഭവിച്ചില്ലെങ്കിലും ഷെയിൻ്റെ അടുത്തും ദുൽഖറിനോടും കഥ പറയാൻ പറ്റിയത് എന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഇപ്പൊ പല്ലുട്ടി എന്നുള്ള സിനിമ ചെയ്യാൻ വേണ്ടി ടേണിംഗ്, എല്ലാം എന്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ്സ് ആണ്. ആ ടേണിംഗ് പോയിന്റ്സ് ഇനിയും വലിയ വലിയ ടേണിങ്ങിലോട്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ നമ്മള് പണ്ട് പറയില്ലേ, അതായത് ഇപ്പൊ സിനിമയിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ എന്താ സിനിമാ കഥയോ അങ്ങനെയൊക്കെ, നമ്മൾ സിനിമ എപ്പോഴും നമുക്ക് വേറെ തന്നെ ഒരു ലോകമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഈ റിയലിസ്റ്റിക് സിനിമകൾ വന്നപ്പോഴേക്കും സിനിമാ കഥ പോലെയാന്നുള്ളതൊക്കെ അത് കുറഞ്ഞു. കാരണം നമ്മുടെ ജീവിതം തന്നെയല്ലേ അത് നമുക്ക് തോന്നുന്ന രീതിയിൽ. അപ്പൊ എപ്പോഴെങ്കിലും ആ ഒരു ഫാന്റസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്കെപ്പോഴും അങ്ങനത്തെ സിനിമകളെ ഇഷ്ടം. ഇപ്പം എന്റെ ഒരു അനലൈസേഷൻ എന്ന് പറഞ്ഞാല് സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ടായിരുന്നു. അതായത് ഇരുട്ടത്ത് പോയി കുറെ ആൾക്കാർ ഇരുന്ന് കാണുമ്പോൾ ഇതെങ്ങനെ, അതായത് സിനിമ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. പക്ഷെ അതിപ്പോ പോയി, എല്ലാരും മൊബൈൽ വെച്ച് എല്ലാവർക്കും ഷൂട്ടിംഗ് എന്നറിയാം, എല്ലാവർക്കും എഡിറ്റിംഗ് അറിയാം, എല്ലാവർക്കും ബാനർ സ്കോർ അറിയാം, എല്ലാവരും ടെക്നിക്കലി ഭയങ്കര അവെയർ ആയി പോയി. അതോടെ ഇനി അവർ ഞെട്ടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ടാസ്ക് അതിന്റെ മേള. അപ്പം നമ്മളിപ്പം ഞാനിപ്പം മഞ്ചേച്ചെടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ കണ്ട എന്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളാണ്, അതാണ് ആ സിനിമ. അപ്പൊ കാങ്കുമ്മ എന്ന് പറഞ്ഞ എന്റെ വാപ്പാടെ ഉമ്മയുടെ പേരാണ് കാങ്കുമ്മ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ പോകുന്നത്. അത് ഒരു കുഞ്ഞിയുടെ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ ഒരു ഇപ്പൊ കാക്കോത്തിക്കാവിലെ അപ്പൻ താടിയെ കാണുമ്പോൾ അത് ഇൻഡയറക്ട്ലി പറയുന്ന ഒരു ചെറിയൊരു പേടിയുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സിനിമ ഇഷ്ടമുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയായിട്ട് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അരിക്കൊമ്പൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോ അതിന്റെ കാരണം അതൊക്കെ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന സിനിമയാണ്. ആ സിനിമയൊക്കെ ചെയ്യുമ്പം എല്ലാ രീതിയിലും ഒരു രീതി പോലും എന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു അബദ്ധം പോലും പറ്റാൻ പാടില്ല. അത് സംസാരിക്കുന്ന വിഷയം അതായതുകൊണ്ടാണ്. ഇപ്പൊ ഒരു കൽബ് പോലത്തെ ലവ് സ്റ്റോറിക്ക് അപ്പുറം ഒരുപാട് പൊളിറ്റിക്കൽ ലെയറുള്ള സിനിമയാണ്. അത് അതിനുവേണ്ടിയുള്ള വോക്കിലാണ്. അതിനുവേണ്ടി കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് അതിന്റെ CG ട്രിവാൻഡ്രത്തെ ടൈം എഫക്ട്സ് എന്ന കമ്പനിയാണ് ചെയ്യുന്നത്. അതിന്റെ ആന ഉണ്ടാക്കലും ആനയുടെ പരിപാടികളും മൃഗങ്ങളുടെ ബാക്കി ക്രിയേച്ചേഴ്സും എല്ലാം ഞങ്ങൾ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൽബിന്റെ ഒരു
തിയേറ്ററിൽ ഒരു വീഴ്ച അതിന്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഒന്ന് മന്ദഗതിയിലാക്കി. ഉം. പക്ഷെ ഈ ഒരു OTT ഉണ്ടായ ഒരു ഇമ്പാക്ട് വീണ്ടും ആ എനർജി അതെ. എന്നിലും അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നവർക്കെല്ലാം തോന്നിയിട്ടുണ്ടാകണം. അതിലൂടെ അത് പിന്നെയും ഒരു സ്വപ്നമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. യെസ്. മഞ്ജു ചേച്ചി ആയിട്ടുള്ള ഒരു വർക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. മഞ്ചേച്ചി ഭയങ്കര രസമുള്ളൊരു നമ്മള് ലേഡിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരത്തെ ഞാൻ ബീന മേഡത്ത് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് മഞ്ചേച്ചി. അപ്പം എന്നെ എന്ത് കാര്യത്തിന് വിളിക്കുമ്പോൾ ഇതുവരെ എടുത്ത് നോ പറയാത്തതാണ് മഞ്ചേച്ചി. ഞാനായിട്ട് വർക്ക് ചെയ്ത ആളെ. ഇപ്പം നമ്മളോട് വർക്ക് ചെയ്യാത്ത ആളുകൾ പലരും പലതും പറയും. നമ്മളൊരു കഥ പറയാൻ വിളിച്ചാൽ പോലും ചിലപ്പം സിനോപ്സ് അയക്കൂ നോക്കട്ടെ എന്നൊക്കെ പറയത്തുള്ളായിരിക്കും. മനസ്സിലായി. പക്ഷെ മഞ്ചേച്ചി ഇപ്പം നമ്മളെ എന്താവശ്യവും ഇപ്പൊ പല്ലുട്ടിയുടെ പ്രൊമോഷൻ ഞാൻ ചെയ്തു സജിത് മഞ്ജുജിന് കാണില്ല വന്നോളൂ ഇവിടെ കാണാം എന്നാൽ ഇതിൽ എൻ്റെ ഫ്രണ്ടിന് കഥ പറയാണ്ട് കേൾക്കാലോ. അല്ലാതെ ഇതുവരെ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ആ ബന്ധം ഇന്നും ഉണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കും. എല്ലാ ദിവസവും മെസ്സേജ് അയക്കാറുണ്ട്. എന്നാൽ മുഖ്യ ദിവസങ്ങളിലും. അപ്പം ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു എന്തുവാ എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഹൃദയത്തോട് കൽബിനോട് ചേർന്നിട്ടുള്ള ഇപ്പം എല്ലാ ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ സമയത്തും ലാലേട്ട എന്നുള്ള പാട്ടാണ്. അത് അത്രയും ഹിറ്റ് ആകുന്നൊക്കെ ചേട്ടൻ്റെ എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് സിനിമയുടെ ആദ്യം തന്നെ ഈ സിനിമയുടെ മൂഡിലോട്ട് ആളുകളെ കൺവേർട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അത് ആ പാട്ട് നിഹാൽ സാദിഖ് എന്ന മ്യൂസിക് ഡയറക്ടറാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പാട്ട് അതിന്റെ ട്യൂൺ കേട്ടപ്പോൾ തന്നെ അപ്പം സാധാരണ എല്ലാ ഫാൻ സോങ്സും മൊത്തം ബഹളമായിരിക്കും. അതെ. ബഹളമായിരിക്കും. അതിന് പകരം നേരെ ഉൾട്ടടിക്കും. ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു താരാട്ട് പാട്ട് പോലത്തെ മെലഡി. എന്നാൽ അത് സംസാരിക്കുന്നത് ലാലേട്ടനെ കുറിച്ചിട്ടാണ്. ഇതാണ് എന്റെ തോട്ട്. അപ്പൊ എനിക്ക് മ്യൂസിക് കിട്ടി. അപ്പൊ ഞാൻ മനു മഞ്ജിത്തിനെ വിളിച്ചു. മഞ്ജിത്ത് ലിറിക്സ് എനിക്ക് വേണ്ടത് എനിക്ക് ലാലേട്ടന്റെ എല്ലാ കിടിലം സിനിമകളും അകത്ത് വരണം. അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, മനസ്സിലായില്ലേ, വില്ലനായി അവതരിച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന് പറയണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും പിന്നെ അതിന്റെ അവസാനത്തെ വരികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ വരികളാണ്. മനസ്സിലായില്ലേ, തന്നതിന് ഈ മലയാളം കൈകൂപ്പുന്നേ എന്നൊക്കെ പറഞ്ഞത് മനു അത് ഭയങ്കര ബ്രില്യന്റ് എഴുതി. അത് ഫസ്റ്റ് ആ ലിറിക്കിൽ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ദേ വിളിച്ചോ ഒരു 10 മില്യൺ പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഇത്രത്തോളം ഓൺലൈനിൽ ഇത്ര വലിയ ഹിറ്റ് അല്ല, ഇത്രത്തോളം പാട്ടുകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല, സമയമല്ല ആ കാലഘട്ടത്തിൽ. ഇപ്പം ഭയങ്കരമായിട്ട് പാട്ടുകൾ പട്ടപ്പെട്ടാന്ന് കയറും, മനസ്സിലായില്ലേ. അപ്പം അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് അത് ആ പടത്തിനും ആ പാട്ട് ഭയങ്കരധികം ഗുണം ചെയ്തു. എനിക്ക് ഒരുപാട് ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുള്ള സിനിമയാണ് മോഹൻലാൽ. അതിന് കാരണം വേറൊന്നും ആ സിനിമയില്ല, അത് കണ്ടു മറക്കാവുന്ന ഒരു സിനിമയാണ്. അതിലുള്ളത് ആ പാട്ടും ലാലേട്ടൻ മഞ്ചേച്ചിയുടെ വേറെ കൈൻഡ് ഓഫ് ഒരു ആരാധന അല്ലെങ്കിൽ ചെറിയ പ്രാന്തായിട്ടുള്ള ഒരു അതാണ്. അപ്പം അങ്ങനെ സിനിമകളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് സിനിമകളുണ്ട്. ചില സിനിമകൾ നമ്മൾ ഹൃദയത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളെ തൊട്ടുണർത്തി പോകുന്ന സിനിമകൾ. ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണുക, ചിരിക്കുക, മറക്കുക. ആ കാറ്റഗറിയാണ് മോഹൻലാൽ. അങ്ങനെയാണ് അത് കൺസീവ് ചെയ്ത്, അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമയെ. നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര കൺവിക്ഷനോടെ ചെയ്യുന്ന ഒരു കാര്യം, ഇവൻ നമ്മൾ വിചാരിച്ച പോലെ അത് നടന്നില്ല എന്ന് ഉള്ളപ്പം ചേട്ടന്റെ തോട്ട് എങ്ങനെയാണ്? അതായത് എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത് എന്നാണോ ചിന്തിക്കുക, അതോ എങ്ങനെയാണ് ആ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ പോണേ? അല്ല ഇപ്പൊ കൽബിന് ശേഷം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിച്ച പോലെ തിയേറ്ററിൽ സക്സസ് ആയിട്ട് സിനിമയാണ് കൽബ്. അപ്പം ഞാൻ ആ സിനിമ വന്നു കഴിയുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് കൽബ് കണ്ടോ, ഞാൻ പറയാം കണ്ടു, എന്ത് തോന്നി പറയും. അത് അപ്പം നമ്മൾ നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നിയത് സിനിമ, എന്തുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ വർക്കായില്ല? അപ്പം പല ആൾക്കാരും പല തോട്ട്സുകളും പറയും, മനസ്സിലായി. ഇപ്പം അപ്പം അതെല്ലാം ഞാൻ കേൾക്കും. അതിനകത്ത് എനിക്ക് റിലവന്റ് ആയിട്ട് തോന്നി ഞാൻ എടുക്കും. ഇല്ലെങ്കിൽ ഞാനത് അത് അയാൾ പറഞ്ഞ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ, അത്രേ ഉള്ളൂ. അപ്പം അയാൾക്ക് തന്നെ ആ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അത് ശരിയാണല്ലോ, നമുക്ക് നോക്കായിരുന്നു എന്ന് തോന്നും. അല്ലാതെ അങ്ങനെ ഞാൻ എപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ വർക്കുകളും വിഡി ആയാലും മോഹൻലാൽ ആണെങ്കിലും ഖൽബാണെങ്കിലും പല്ലുട്ടിയാണെങ്കിലും അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് വർക്കായിരുന്നു അത് പല പല രീതിയിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, ഇല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ, ഇല്ലെങ്കിൽ വളരെ ലോങ്ങായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ, അങ്ങനെ എനിക്കറിയാവുന്ന എനിക്ക് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഫേനോടുള്ള സെക്യൂരിറ്റി ചേട്ടനോട് ഞാൻ ചോദിക്കും. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ബൾബ് ഞാൻ ഇട്ടുതരാം, പുള്ളി കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ അഭിപ്രായം അറിയണമല്ലോ. അടിപൊളി. അപ്പൊ എന്തൊക്കെയാണ് ഇനി പുതിയ ഫ്യൂച്ചർ പ്രൊജക്ടുകൾ? ഫ്യൂച്ചർ പറഞ്ഞാൽ മഞ്ചേച്ചി ആയിട്ടൊരു കാങ്കുമ്മ എന്നൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉറുഷ് ചേച്ചിനെയും മഞ്ചേച്ചിനെയും കൂടി ക്ലബ് ചെയ്തൊരു പടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് ഉറുഷ് ചേച്ചി. അപ്പോൾ ഉറുഷ് ചേച്ചിയുടെ സിനിമ എനിക്ക് കുറെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പോകുന്ന ആ സിനിമയാണ്. പിന്നെ നമ്മൾ
അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് ഇച്ചിരി വലിപ്പമുള്ള സിനിമയാണ്. അതിന് കുറേ ഒറ്റയടിക്കൊന്നും നമുക്കൊരു 50 ദിവസം 60 ദിവസം ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പടമല്ല. അതിൻ്റെ പോസ്റ്റിലും ടെക്നിക്കൽ സൈഡിലും കുറേ ടെക്നോളജി ഇപ്പം ഭയങ്കര ഈസിയായി. ഇപ്പോൾ ഈ വിർച്വൽ പ്രൊഡക്ഷൻസ് ഒക്കെ വന്നതോടെ, അല്ലെങ്കിൽ ഒരുപാട് ആ സൈഡുകൾ. അപ്പം ഞാൻ ലിജോബായിട്ട് ഒരുപാട് സ്റ്റുഡിയോസിലൊക്കെ ലിജോബായിട്ട് പ്രൊജക്ട്, അപ്പം ഒരുപാട് അങ്ങനത്തെ കുറേ തോട്ടുകൾ കയറ്റുന്നുണ്ട്. അപ്പം അതിനുള്ള ടെക്നിക്കലി നമ്മളൊന്ന് ഈ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സെറ്റായാൽ അതും ചെയ്യും. ഈ 3 സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യെസ്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. അപ്പൊ കൽബ് കാണാത്ത കുറെ പേരുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? കൽബ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉള്ള, ഒരുപാട് നല്ല പെർഫോമൻസ് ഉള്ള, ഒരു കൂട്ടം പുതിയ ടെക്നീഷ്യൻസ്മാരുടെ, ഒരു കൂട്ടം പുതിയ ആർട്ടിസ്റ്റുകളുടെ ഒരു സിനിമയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ആമസോൺ പ്രൈമിൽ തന്നെ ഈ സിനിമ കാണണം. ഇല്ലെങ്കിൽ യൂട്യൂബിലോ ഇല്ലെങ്കിൽ അതർ ഡൗൺലോഡ് ആയിട്ടുള്ള ആപ്പുകളിൽ സിനിമ കാണരുത്. കാര്യം ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ഫിനാൻഷ്യലി അല്ല, ഒരു നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആമസോൺ പ്രൈമിൽ ട്രെൻഡ് ലിസ്റ്റിൽ ഈ സിനിമ വന്നാലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ആ ട്രെൻഡ് ലിസ്റ്റിലേക്ക് സിനിമ നിങ്ങൾ ആമസോണിൽ തന്നെ കണ്ടാൽ മാത്രമേ അത് എത്തത്തുള്ളൂ. എന്തായാലും ആ ട്രെൻഡിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും, പിന്നെ ഈ സിനിമ കണ്ട് ഓൺലൈനിൽ റീലായിട്ടും ഷോർട്സ് ആയിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം തരുന്ന എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ ഇനിയും കാണുന്ന ആൾക്കാർ ചെറിയൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം, ഒരു റിവ്യൂ ആയിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുക. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു കമ്മിങ്. താങ്ക് യു.